ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ. ഹരേ രാമ ഹരേ ഹരേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് നമ്മൾ അധ്യായം 6 പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഗുരുവന്ദനം ചെയ്യാം. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാതികം വന്ദേ तं ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാനിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാനിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യോ പാവനേഭ്യോ വിഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി വിശേഷവാദി പാശ്ചാത്യശതാരിണി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി ഇതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരകാമധാരിണി. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അധ്യായം 6 അല്ലെ. ധ്യാനയോഗം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഭഗവത്ഗീത ആദ്യത്തെ 6 അധ്യായങ്ങളാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. അതിലെ അവസാനത്തെ അധ്യായമാണ് കേട്ടോ ഇന്ന് ധ്യാനയോഗം. എങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാം എന്നുള്ളതാണ് ഈ അധ്യായത്തില് നമ്മളെ പഠിപ്പിക്കുന്നത്. മെയിൻ ആയിട്ടും ഇതില് അഷ്ടാംഗ യോഗയെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അഷ്ടാംഗ യോഗ നമുക്ക് എങ്ങനെ ഭഗവാന്റെ അടുത്തെത്താം എന്നുള്ളത്. ഹരേ കൃഷ്ണ. കേൾക്കാൻ സാധിക്കും? ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരിക്കണം കേട്ടോ, എന്നാലാണ് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ നമ്മളോട് എന്താ പറഞ്ഞത്? കർമ്മയോഗത്തില് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാൻ സാധിക്കുന്നില്ലേ? എങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തേണ്ടത്? എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഹരേ കൃഷ്ണ. അകർമ്മം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യമായിരിക്കേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾക്ക് പാപങ്ങളും പുണ്യങ്ങളും ഇല്ലാതെ ശാസ്ത്രങ്ങൾ വിധി അനുസരിച്ച് എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാല് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ഇതിനു മുമ്പത്തെ അധ്യായത്തില്. അപ്പൊ ഇനി ഇതില് എങ്ങനെ നമ്മൾക്ക് ഭഗവാനെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളിലും എങ്ങനെ ഭഗവാനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതില്. അപ്പൊ ഇതാണ് ധ്യാനയോഗം എന്ന് പറയുന്നത് കേട്ടോ. ധ്യാനയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മെഡിറ്റേഷൻ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇനി ഗീതാ മഹാത്മ്യത്തിലെ ഒരു ശ്ലോകമാണ് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത്. ഭഗവത്ഗീതയുടെ ഒരധ്യായം പാരായണം ചെയ്യുന്ന ഒരു മർത്യന്റെ 32 തരത്തിലുള്ള അപരാധങ്ങളെ ഭഗവാൻ കേശവൻ പൊറുക്കുന്നു. കണ്ടോ? ഹരിഭക്തി വിലാസം 6:222. അപ്പൊ ഇത് 222ാമത്തെ ശ്ലോകമാണ് ഹരിഭക്തി വിലാസത്തിലെ 6ാമത്തെ അധ്യായത്തില്. അതിലെന്താ പറയുന്നത്? ഗീതയുടെ ഒരധ്യായം പാരായണം ചെയ്യുന്ന ഒരാളുടെ 32 തരത്തിലുള്ള അത്രയും അപരാധങ്ങളെ ഭഗവാൻ പൊറുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഭഗവത്ഗീത പാരായണം ചെയ്യുക എന്ന് പറയുന്നത് എത്ര മഹത്തായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ വെറുതെ പാരായണം ചെയ്താൽ തന്നെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അർത്ഥം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാലോ എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ
ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. അപ്പൊ ഇത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇവിടെ വീണ്ടും വരുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യണം? ഫലത്തിൽ ആസക്തി ഇല്ലാതെ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ആസക്തി ഇല്ലാണ്ട് ഒരു ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഉദാഹരണത്തിന് ഒരു ഡോക്ടറുടെ കാര്യം എടുക്കാം. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നു, അല്ലെങ്കിൽ എത്രയും എന്താണ് തീവ്രമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സർജറി ചെയ്തിട്ട് അതിനെ രക്ഷപ്പെടുത്തേണ്ടി വരും അല്ലെ, ഒരു ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അത്രയും എന്താണ് പ്രസിദ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന് വെച്ചോളൂ, അയാൾക്ക് അത്രയും അധികം കഴിവാണ്, എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിക്കുന്നു, അയാളുടെ മാതിരി സർജറി ചെയ്യാനായിട്ട് ഒരാൾക്കും സാധ്യമല്ല എന്നുള്ള രീതിയിൽ ആ ലെവലുള്ള ഒരു ഡോക്ടർ ഒരു രോഗി വരെയാണ്, അപ്പൊ വളരെ സീരിയസ് ആണ്, എന്നാൽ അയാളുടെ അടുത്ത് ഒരുപാട് പൈസയുള്ള ഒരാളാണ്, സാമ്പത്തിക സ്ഥിതി നന്നായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് അത്രയും ഫീസ് വാങ്ങാനായിട്ട് സാധിക്കും. ഒന്ന് വേണ്ട കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ലെവലിൽ എടുത്തോളൂ. അപ്പോൾ അതിന്റെ പേരിൽ എനിക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള കർമ്മമാണ്? ഹരേ കൃഷ്ണ. കർമ്മഫലത്തോടുകൂടില്ല. അപ്പം നമ്മളുടെ ഒരു എന്താണ് സ്വാർത്ഥ താല്പര്യമാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ പക്ഷേ അതേ ഡോക്ടർ തന്നെ നമ്മൾ അതിനെ ഒരു എന്താണ് കർമ്മം, ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡ്യൂട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ള ലെവൽ ചെയ്യുമ്പോഴോ അത് വേറെ മാതിരിയാണുള്ളത് അല്ലെ. ഒരേ കർമ്മമാണ്. ഒരേ കർമ്മം എന്ന് പറയുമ്പോൾ മറ്റത് എന്താണ്, നമ്മൾക്ക് പൈസ വേണം എന്നുള്ള ഒരു ആർത്തിയിലാണ് അത് ചെയ്യുന്നത്, എനിക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാണ്, എന്റെ എന്തിനു വേണ്ടിയിട്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വിദ്യയെ ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, ആദ്യത്തെ കേസിലെ അല്ലെ. രണ്ടാമത്തേതിലോ ഞാൻ ഈ വിദ്യ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു, അത് എന്റെ മുമ്പിൽ വന്ന രോഗിക്ക് ഉപയോഗമാവണം, ഭഗവാന്റെ ഒരു ഇതാണെന്നുള്ളത്. ഇപ്പൊ രണ്ടാമത്തേതിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫീസ് വാങ്ങുന്നു, ഞാൻ എന്റെ കടമ ചെയ്യുന്നു എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യുന്നു, അതാകുമ്പോൾ അത് സകർമ്മമാണ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ലെവലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്, ഭഗവാന്റെ ഒരു സൃഷ്ടിയാണ് മുമ്പിലുള്ളത്, ഒരു സേവനമായിട്ട് ഞാനത് ചെയ്യണം എന്നുള്ള ലെവൽ ചെയ്യുമ്പോഴോ അത് അകർമ്മമായിട്ട് മാറുകയാണ്. ഇപ്പൊ മനസ്സിലായോ? വികർമ്മം, സകർമ്മം, അകർമ്മം എന്നുള്ള ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലായോ? ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫലത്തിൽ ആസക്തി നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മളത് ഭഗവാന് വേണ്ടി ചെയ്യാണ്. ഈ മൂന്നാമത്തെ രീതിയിൽ ചെയ്യാനാണ് നമ്മളോട് അത് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു, ആ ബുദ്ധി നമ്മൾക്ക് തന്നത് ആരാണ്? ഭഗവാനാണ് അല്ലെ. ഇനി ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും അത് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ഭഗവാന്റെ ഒരു പങ്കുണ്ട് അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ആ ഒരു ഡോക്ടറെ കഴിവ് മാത്രമാണ് എല്ലാ ശസ്ത്രക്രിയകളിലും നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടുണ്ടാവും അല്ലെ. ഹരേ കൃഷ്ണ. ഉണ്ടാവും. പക്ഷെ അത് എല്ലായ്പ്പോഴും നടക്കാറില്ലല്ലോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ആ രോഗി മരിക്കുന്നു എന്നുള്ളത്. ചില സമയത്ത് ഡോക്ടർമാർ തന്നെ പറയും, ഭഗവാന് സമർപ്പിച്ചോളൂ, ഭഗവാനോട് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യാം. എപ്പോഴും ഒരു ഓപ്പറേഷന് മുമ്പ് നമ്മൾ എന്താണ് ഒരു കൺസെന്റ് എഴുതി കൊടുക്കുക, എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് അതിൽ പരാതിയില്ല എന്നാണ്. അപ്പൊ എന്ത് വേണമെങ്കിൽ, അപ്പൊ ഡോക്ടർക്ക് ഉറപ്പുണ്ടോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഏതൊരു ശസ്ത്രക്രിയ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഏത് ഡോക്ടറെ മേലെയാണെന്നുണ്ടെങ്കിലും ഏത് രോഗികളുടെ മേലെയാണെങ്കിലും ഉള്ളത് ആരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ ഒരു ഇച്ഛയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഫലാസക്തി ഇല്ലാണ്ട് ആർക്ക് വേണ്ടി, ധാർമ്മിക ബാധ്യത, അത് എന്റെ ഡ്യൂട്ടിയാണ്, എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ള ലെവലിലാണ്. ഒരു ടീച്ചറാണെങ്കിലോ ആ കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്താണ് ചീത്ത ഗുണങ്ങളില്ലാണ്ട് നല്ല ഗുണങ്ങളോട് കൂടിയ ഒരു പൗരനാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ കടമ അല്ലെ. അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കടമകളുണ്ട്. ഒരു ലോയർ ആണെങ്കിലോ ഒരു വക്കീലാണെന്നുണ്ടെങ്കിലോ തെറ്റ് നടക്കരുത്. നമ്മളുടെ അടുത്ത് ഒരു ആള് വന്നു കഴിഞ്ഞാൽ അയാളെ ജയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമാണ് എപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുക അല്ലെ. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കണം, എവിടെയാണോ സത്യമുള്ളത് ആ സത്യം വിജയിക്കണം എന്നുള്ളതായിരിക്കണം. അപ്പൊ അതാണ് ധാർമ്മിക ബാധ്യത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരാളാണ് സന്യാസി. അല്ലാണ്ട് എന്താണ് ഒരു കാഷായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആശ്രമത്തിൽ പോയി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരാളല്ല, തന്റെ കടമ നിർവഹിക്കാത്തവനല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതാണോ യോഗ? അപ്പൊ നമ്മൾ പലതരത്തിലുള്ള യോഗകൾ കാണാറുണ്ട് അല്ലെ. നോക്കൂ എങ്ങനെയാ നിക്കണേന്ന് യോഗ. ഇതെന്നൊക്കെ പറയുന്നത് നമ്മളുടെ മനസ്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും വരുന്നില്ലേ അവിടെ. നമ്മുടെ ദേഹത്തിനെ എങ്ങനെ പുഷ്ടിപ്പെടുത്താം എന്നുള്ളതാണ്.
ഇത് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുമ്പോൾ ഇതേ കണ്ടില്ലേ, മണ്ണിലൊക്കെ പകച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ തല മുഴുവൻ? അങ്ങനത്തെ യോഗകളാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് റിലീസ് ആവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് കാണാം കേട്ടോ. ഇതാണോ യോഗ? ഇതാണ് ചോദിക്കുന്നത്. പലതരത്തിലുള്ള യോഗകളാണ് ഇവിടെ കാണുന്നത്. യോഗ ഫോർ ഇപ്പൊ ഒരുപാട് മാസികകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, യോഗ ഫോർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ യോഗ ചെയ്യണം എന്നുള്ളതാണ്. ചെയർ യോഗ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയൊക്കെയാണ് ഒരുപാട്. ഇതിപ്പോ നമ്മളുടെ ആധുനിക യുഗങ്ങളിൽ കാണുന്ന കുറെ പിക്ചേഴ്സ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതല്ല യോഗ എന്നാണ് പറയുന്നത്. ശരിക്കും യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് യോഗ? ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ, ബന്ധം എന്നാണ് അർത്ഥം. നമ്മളെ മറന്നു പോയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആരുമായിട്ടുള്ളത്? നമ്മളുടെ ഭഗവാനുമായിട്ടുള്ള. കാരണം നമ്മളുടെ ഉള്ളില് നമ്മൾ പരമാത്മാവ് രൂപത്തിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല അല്ലെ? നമ്മൾ ഒരു ദിവസത്തെ പ്രവൃത്തികളിൽ എത്ര പേര് അത് ആലോചിക്കാറുണ്ട് ഇവിടെ? ഹരേ കൃഷ്ണ. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ വരാറുണ്ടോ നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തോന്നാറുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല അല്ലേ? നമ്മളിപ്പോ ക്ലാസ് ഇരിക്കുമ്പോൾ നമ്മൾ പറയും, ഓ ശരിയാണല്ലേ, അങ്ങനെയൊക്കെ നമ്മൾക്ക് ആലോചിക്കും. ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പണികൾ മുഴിയുമ്പോഴോ വീണ്ടും നമ്മൾ മറന്നു പോകും അല്ലേ? അപ്പോ ആ മറന്നുപോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് യോഗ എന്ന് പറയുന്നത്. അതിന് പല മാർഗങ്ങളുണ്ട്. കർമ്മയോഗ, ജ്ഞാനയോഗ, അഷ്ടാംഗ യോഗ, ഭക്തി യോഗ, അങ്ങനെ പല മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അഷ്ടാംഗ യോഗ, അതിന് ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ടത് നമ്മൾ പറയുക യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലേ? ഇപ്പൊ പലരും യോഗ പരിശീലിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇവിടെ. അപ്പൊ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും അതിൽ 8 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ യമ, രണ്ടാമത്തെ നിയമ, മൂന്നാമത്തെ ആസന, നാലാമത്തെ പ്രാണായാമ, പിന്നെ പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. യമ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. ആരുമില്ലേ ഇവിടെ? യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. നമ്മൾ യോഗ ചെയ്യാനിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താണ്, ഫുൾ സ്റ്റൊമക്ക്, നമ്മൾ ഫുൾ ഭക്ഷണം കഴിച്ചിട്ട് ആരെങ്കിലും യോഗ ചെയ്യുമോ? ഇല്ല. കാരണം നമ്മളപ്പോ പറയും അല്ലേ, നമ്മളെ എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, അങ്ങനെ അതിനുള്ള നിയമങ്ങൾ ഉണ്ടല്ലോ. ഫുൾ സ്റ്റൊമക്ക് ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ ആണ് വരിക യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതിനൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ പഞ്ചന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഭയങ്കര സ്പൈസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് യോഗ ചെയ്യാൻ പാടില്ല. ഈ യോഗ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ചെയ്യരുതാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ നിയമം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഇത് തന്നെ യമയും നിയമയും കൂടി നമ്മൾക്ക് ഇതായിട്ട് പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്ന മരത്ത് ഭക്ഷണം മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ, എങ്ങനെ ഉണ്ടാവണം ആ സമയത്ത് എന്നുള്ളതൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം. അതുപോലെ തന്നെ ഇവര് പറയും, അതാണ് ശരിക്കും പറഞ്ഞാൽ നിലത്തിരുന്ന് നമ്മൾ യോഗ ചെയ്യാൻ പാടില്ല, ഒരു യോഗ മാറ്റ് യൂസ് ചെയ്യണം. അത് കാരണം നമ്മളുടെ എനർജി മുഴുവൻ ഗ്രൗണ്ട് ആയി പോവും, എർത്തായി പോവും എന്നാണ് പറയുന്നത്. അത് വലിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. എപ്പോഴും നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഒരു യോഗ മാറ്റല്ലേ അവരെ കയ്യിലും കണ്ടിട്ടില്ലേ? ആ യോഗ മാറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെഡിൽ നിന്ന് ചെയ്യാം അങ്ങനെ പറയും. എപ്പോഴും നിലത്തിരുന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും അഷ്ടാംഗ യോഗയുടെ നിയമം അനുസരിച്ചിട്ട് കുശാഗ്ര പുല്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ഇരുന്നിട്ട് ചെയ്യണം എന്നാണ് പറയാറ്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് മേലെയായിരിക്കും ഭൂമിയിൽ നിന്ന്, എന്നാൽ വല്ലാണ്ട് ഹൈറ്റിലും ആയിരിക്കില്ല. അങ്ങനത്തെ. എന്തുകൊണ്ടാണ് കുശാഗ്ര പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ആൾക്കാരൊക്കെ ഈ കാട്ടിലിരുന്നിട്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വനത്തിലിരുന്ന് ചെയ്യുമ്പോൾ വന്യമൃഗങ്ങള് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ ഈ കുശാഗ്ര പുല്ലിന്റെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വന്യമൃഗങ്ങളൊന്നും അടുത്ത് വരില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കുശാഗ്ര പുല്ല് അധികവും ഇതിനു വേണ്ടിയിട്ട് പറയാറ്. അപ്പൊ അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതുപോലെ ആസന എന്ന് പറയുന്നത് എന്താണ്? പോസ്ചർ. നമ്മൾ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, ഇനി വളഞ്ഞുകൂടി ഒന്നും ഇരിക്കാൻ പാടില്ല അല്ലെ? അതുപോലെ തന്നെ കാലെങ്ങനെയാ വെക്കുക? വജ്രാസനോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആസനത്തിൽ നമ്മൾ ഇരിക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. ഇതിന്റെ കാല് അപ്പുറത്തും ഇപ്പുറത്തും കയറ്റി വെച്ചിട്ടിരിക്കുന്ന ഒരു പോസ്ചർ ഉണ്ടല്ലോ, അങ്ങനെയാണ് അധികവും ഇരിക്കുക. അതിന്റെ കൈ ഇങ്ങനെ വെക്കണം. മുദ്രകളുണ്ട് അല്ലെ, ഇന്നമാരി ഇതായിട്ടുള്ള ആ ഒരു മുദ്രയിൽ ഇരിക്കണം. അങ്ങനെ കുറെ നിയമം ഇതുണ്ട്. അതാണ് ആസന എന്ന് പറയുന്നത്. ഏത് തരത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ പോസ്ചർ, അതെല്ലാം വരുന്നതാണ് ആസന എന്ന് പറയുന്നത് കേട്ടോ. ഇനി പ്രാണായാമം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രീത്തിങ് കൺട്രോൾ ആണ്. ഈ പ്രാണായാമം നിറയെ പേര് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? ഒരു മൂക്ക് ഒരു ഇതില് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്ത് മറ്റേതിൽ കൂടെ നമ്മൾ എക്സേൽ ചെയ്യുക. നമ്മൾ ഉള്ളിൽ കൂടെ വലിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുന്നത് മറ്റേ മുക്കിൽ കൂടെ ചെയ്യും, മറ്റേ ദ്വാരത്തിൽ കൂടി ചെയ്യും. അതാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നതാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. ഇനി പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താ?
ഹരേ കൃഷ്ണ. പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പുറത്തുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് വലിക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളും, നമ്മൾ കണ്ണോട് പുറത്തുള്ള ഏത് സാധനങ്ങളും നമ്മൾ കാണാൻ പാടില്ല, അതുപോലെ തന്നെ ഏതും കേൾക്കാൻ പാടില്ല. എല്ലാം ഉള്ളിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുകയാണ്. മനസ്സിലാവുണ്ടോ? ആ പ്രത്യാഹാരയുടെ കഴിഞ്ഞ ധാരണ വരുമ്പോഴാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ ഈ യോഗ ചെയ്യുന്ന ആൾക്കാർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ. നമ്മള് പൊക്കിൾക്കുടിയുടെ ആ സൈഡ്, പിന്നെന്താണ് നമ്മുടെ രണ്ട് പുരികങ്ങളുടെ ഇടയിൽ, അതിങ്ങനെ ലെവലായിട്ട് ചക്രാസ് എന്ന് പറയും. ഓരോ അതില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഈ ധാരണ എന്ന് പറയുന്നത്. ധ്യാന എന്ന് പറയുന്നത് ആ പൂർണ്ണ കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ ഇരിക്കുന്ന ഒരു ലെവലാണ് കേട്ടോ. ധ്യാനം ആ ലെവലിലേക്ക് നമ്മൾ എത്തി എന്നുള്ള ലെവലിലാണ്. അത് കഴിഞ്ഞ് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയില് നമ്മൾ പുറത്തുള്ള ഏതും അറിയില്ല, എന്ത് പുറത്ത് സംഭവിച്ചാലും അറിയില്ല, നമ്മുടെ വീട് തീ പിടിച്ചാലും അറിയില്ല. നമ്മൾ ഈ ആ ഇരിക്കുന്ന പോസിൽ നമ്മൾ അത്രയും കോൺസെൻട്രേഷൻ നമുക്ക് എത്തി എന്നുള്ളതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ കൺട്രോളിലായി എന്നുള്ള അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. സമാധി എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉറങ്ങിപ്പോവരുത് കേട്ടോ. ധ്യാനം ധാരണയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാണ് സമാധി. അപ്പൊ ഏതാണ് അഷ്ടാംഗ യോഗയുടെ എത്രയാണ്? 7 ലിംസ് ആണ്. 8 ലിംസ് ഓഫ് അഷ്ടാംഗ യോഗ എന്നാണ് പറയുക. അതേതാണ്? സ്റ്റെപ്പുകളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്നത്. ഇതവിടെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇപ്പൊ ഈ സമാധിയിൽ എത്തിയ ഒരാൾക്ക് ഈ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ മേലൊരു ചുഴിമാരി ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. ആ ചുഴിയിൽ കൂടി, ആ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി നമ്മളുടെ ആത്മാവിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ യോഗി ആയ ഒരാൾക്ക് പല കഴിവുകളുണ്ട്. നമ്മൾക്ക് അതുപോലെ ചെറുതാവാൻ സാധിക്കും, വലുതാവാൻ സാധിക്കും, ഭാരം കൂടാൻ സാധിക്കും. ചില യോഗികളൊക്കെ ഈ അഷ്ടാംഗ യോഗ ഇങ്ങനത്തെ പരിശീലനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കാൻ പറ്റും അവർക്ക്. ആ ലെവലിൽ ഒരുപാട് സിദ്ധികൾ നമ്മൾക്ക് വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പം അതുപോലെ തന്നെ നമ്മളുടെ പ്രാണനെ, അതായത് ആത്മാവിനെ ഈ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി പുറത്തേക്ക് എടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ ഒരു പ്രകാശമാരി പുറത്തു പോകുന്നത്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമാവസാദയേത് ആത്മൈവാഹ്യാത്മാനോ ബന്ധുർ ആത്മൈവാരിപുരാത്മനഃ. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിനെ തന്റെ മനസ്സ് അത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. അപ്പൊ ഇനി ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ ഈ അഷ്ടാംഗയോഗയൊന്നും നമ്മൾക്ക് പറ്റിയ കാര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്താ കാരണം? എന്തുകൊണ്ടായിരിക്കും? ഹരേ കൃഷ്ണ. നമ്മൾക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ 1 മണിക്കൂർ ഭഗവത്ഗീത പഠിക്കണം, വേറെ ഒരു ശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അപ്പുറത്ത് എന്തെങ്കിലും ബഹളം നടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഒന്നും വേണ്ട, അപ്പുറത്ത് ആരെങ്കിലും TV ഉറക്ക ശബ്ദത്തിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയിന്ന് വരും അല്ലെ. അത്രയ്ക്ക് കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആയുസ് എന്ന് പറയുന്നത് പ്രായേണ അല്പായുഷ സഭ്യ എന്നാണ്. കലേവസ്മിൻ ജനി എന്നാ പറയും. നമ്മളുടെ ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് ആയുസ് വളരെ കുറവാണ്. പിന്നെന്താണ്? സുമന്ദമതയോ, മന്ദബുദ്ധിയാണ്. ഓക്കെ, നമ്മുടെ ഓർമ്മശക്തി വളരെ കുറവാണ്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിട്ട് ഇത്രയും കുറഞ്ഞ കാലയളവ് കൊണ്ട്, അതായത് ഒരു 60 കൊല്ലോ 70 കൊല്ലോ ജീവിക്കുന്ന ആൾക്കാർക്ക് ആ സമയത്തിനുള്ളിൽ സമാധി ലെവലിൽ വരെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും എത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അഷ്ടാംഗയോഗം നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും എത്രയോ ജന്മങ്ങൾ എടുക്കും നമ്മൾക്ക് സമാധി ലെവലിലേക്ക് എത്താനായിട്ട്. ഒരു ജന്മം കൊണ്ടൊന്നും ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല എന്ത് ഈ അഷ്ടാംഗയോഗ എന്ന് പറയുന്നത്. അപ്പൊ അതിനിവിടെ എന്താ പറയുന്നത്? മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിനെ നിയന്ത്രിക്കണം അല്ലെ, അധപ്പതിക്കരുത്. അതായത് എന്തെങ്കിലും നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങളാണ്, അതായത് ഇത് വേണ്ട എന്ന് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലത്തെ ഒരു മനസ്സാക്ഷി നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണ്ടാത്ത കാര്യമായിരിക്കും. വീണ്ടും അത് വേണം എന്നുള്ളൊരു വാശി നമ്മൾ വെക്കാതെ ഇരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ബദ്ധനായ ആത്മാവിനെ തന്റെ മനസ്സ് അത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. അപ്പൊ എന്താണ്? നമ്മളുടെ ആത്മാവിന് വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ മനസ്സ് തന്നെയാണ്. അപ്പൊ പുറത്തുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ശത്രുക്കൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ഒരാളോട് വളരെയധികം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വെക്കൂ, ഒരാൾ നമ്മളെ വന്നിട്ട് കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങളാണ് അത് ചെയ്തത്, നിങ്ങളല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് ചാൻസ് നിങ്ങൾ തന്നെ ചെയ്യാനാണ്, ഏതോ ഒരു തെറ്റ് വാട്ടെവർ ഇറ്റ് ഈസ് എന്തെങ്കിലും ആവട്ടെ നമ്മളോട് പറയാണ്. അപ്പൊ നമ്മൾക്ക് വല്ലാണ്ട് ദേഷ്യം വരും അല്ലെ. അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും, നമ്മൾ അതിന് ബഹളം ഉണ്ടാക്കും.
അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. പക്ഷെ അങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ആ ദേഷ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നമ്മളല്ലാതെ ഇല്ല. ചെയ്തത്? ഇല്ല. ഇല്ല അല്ലേ? പക്ഷെ നമ്മൾക്കത് ഓർമ്മ വരുമോ? അതുകൊണ്ട് ആ സ്ട്രെസ്, അതിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിക്കുന്നത് ആരാണ്? നമ്മളുടെ ശരീരമാണ്. അതുകൊണ്ട് നമ്മളുടെ BP കൂടുന്നു, നമ്മൾക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നേക്കാം, അങ്ങനെ പല ലെവലിലേക്ക് നമ്മൾ പോകുന്നു അല്ലെ? അപ്പൊ അതിന്റെ ദോഷങ്ങൾ മുഴുവൻ നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ദേഷ്യം വരുമ്പോ അതിന്റെ ദോഷങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് നമ്മളാണ്, നമ്മുടെ മുമ്പിലുള്ള ആളല്ല. നമ്മൾ ആരെയോ ആണ് ചീത്ത വിളിക്കുന്നത്, പക്ഷെ അതിന്റെ എഫക്ട് വരുന്നത് നമ്മൾക്കാണ്. നമ്മൾ ആരെയാണോ വിളിക്കുന്ന ആള്, അയാൾ നമ്മുടെ മുമ്പിൽ ഇല്ലാന്ന് വെച്ചോളൂ, അത് അയാളെ ബാധിക്കാൻ പോകുന്നില്ല. അയാൾക്ക് അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും എവിടെയോ നടന്ന ഒരു കാര്യത്തിന് നമ്മൾ ചിലപ്പോൾ ഗവൺമെന്റിനെ ആയിരിക്കും ചിലപ്പോൾ ചീത്ത പറയും, എന്തുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനായി. ഓക്കെ, ഉദാഹരണത്തിന് പറയാം, ഒരാഴ്ചയായിട്ട് നമുക്ക് വെള്ളം വരുന്നില്ല. നമ്മൾ എങ്ങനെ ടാപ്പ് വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, കിണറില്ലാത്ത ഒരു സിറ്റിയിലാണെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ അവരെയാണ്, കോർപ്പറേഷനെയോ അവിടുത്തെ ആൾക്കാരെ മുഴുവൻ നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് നല്ല ടെൻഷനാണ്, രാവിലെ നമ്മുടെ പണികൾ കഴിയുന്നില്ല, വേണ്ട രീതിയിൽ നമുക്ക് പാകം ചെയ്യാൻ സാധിക്കുന്നില്ല, അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമ്മൾക്ക്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചീത്ത വിളിക്കുന്നത് ഏതോ ഒരു കോർപ്പറേഷനെ ചീത്ത വിളിക്കുന്നു, ഇതുകൊണ്ടൊന്നും ഒരു സൊല്യൂഷൻ ഇല്ല അതിനൊന്നും. ബട്ട് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു, പനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ബദ്ധനായ ആത്മാവിന് നമ്മുടെ മനസ്സ് അത്രേ ബന്ധു, മനസ്സ് തന്നെയാണ് ശത്രുവും. അപ്പൊ നമ്മളുടെ മനസ്സിന് നിയന്ത്രണമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നത്, മറ്റുള്ളവർക്കല്ല. ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ ഇരുന്ന് ചീത്ത വിളിച്ചുകൊണ്ട് കോർപ്പറേഷൻ വരാൻ പോകണ്ടോ? നമുക്ക് വെള്ളം വരാൻ പോകണ്ടോ? ഇല്ല. അതിന് എന്ത് സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, ആരെ സമീപിച്ചു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് സമാധാനമായിട്ട് ആലോചിച്ച് അതിന് വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ അവരെ ചീത്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളുടെ മക്കളും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നു എന്ന് വെച്ചോളൂ, പരീക്ഷയിൽ ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു, പഠിച്ചിട്ടില്ല എന്ന് വെച്ചോളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് വന്ന് കഴിയുമ്പോൾ എന്താ നമ്മൾക്ക് ആദ്യം തന്നെ തോന്നുക? ആദ്യം തന്നെ വടിയെടുക്കും. അതല്ലേ സാധാരണ ചെയ്യുക. ചെറിയ കുട്ടികളാണെങ്കിൽ, വലിയ കുട്ടികളാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അവർ ചിലപ്പോൾ തിരിച്ചടിച്ചു എന്ന് വരും, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആണെങ്കിലൊക്കെ ഒരു വടി എടുക്കും, നമ്മൾ ആദ്യം തന്നെ 2 കൊടുക്കും. അടി എന്ത് നോക്കിയിട്ടായിരുന്നു എത്ര പറഞ്ഞു തന്നതാണ് നിനക്ക്, നീ പഠിച്ചില്ല, നീ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും നമ്മൾ ദേഷ്യപ്പെടും. പക്ഷെ അതുകൊണ്ട് ആ കുട്ടിക്ക്, അങ്ങനത്തെ ഒരു കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കളിച്ചതായിരിക്കാം, ചിലപ്പോൾ ആ കുട്ടിക്ക് പറ്റാത്തതായിരിക്കാം, പക്ഷെ നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യാറില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ നമ്മളുടെ ശ്രദ്ധ കുറവാണോ, അതോ ആ കുട്ടി പഠിച്ചത് അവന് ഓർമ്മ നിൽക്കാത്തതാണോ, അതോ അവൻ പഠിക്കാതെ വേറെ എന്തെങ്കിലും ചെയ്തതാണോ? ഇത് ആദ്യം അനലൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവന് പഠിക്കാൻ സാധിക്കാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ 4 തവണ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ആ കുട്ടി പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ മാർക്കേ പറയില്ല, അവൻ എന്തെങ്കിലും കള്ളത്തരം കാണിക്കും. 20 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താക്കും, അതിനെ 80 മാർക്കാക്കി മാറ്റാനും സാധ്യതയുണ്ട്, മാറ്റി നമ്മൾക്ക് കാണിക്കാനും. ഭയമാണ് നമ്മളുടെ അടുത്ത്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ യഥാർത്ഥ ഡീലിംഗ് വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം, അവനെ കൺവിൻസ് ചെയ്യണം. ഓക്കെ, ഇത്തവണ മാർക്ക് കുറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ഇതേപോലെ ആവരുത്. ആദ്യം അത് കൺവിൻസിങ് കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുക. ഓക്കെ, എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി. ഒരു തെറ്റ് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കണം അല്ലെ? പക്ഷെ നമ്മളുടെ റിയാക്ഷൻ എപ്പോഴും എങ്ങനെയുണ്ടാവുക, നമ്മൾക്ക് ആദ്യം ദേഷ്യം വരും അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ആ മനസ്സ് നമ്മുടെ ശത്രുവായിട്ടാണ് പെരുമാറുന്നത്, മിത്രമായിട്ടല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മളാണ് നമ്മുടെ മക്കളെ നമ്മളിൽ നിന്ന് അകറ്റുന്നത്, നമ്മളെ ഭയപ്പെടുത്തി അവരെന്താണ് നമ്മുടെ അടുത്തേക്ക് വരാത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതുകൊണ്ടാണ്, ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു സമയത്ത് നമ്മളുടെ മനസ്സ് നമ്മുടെ ബന്ധുവുമാക്കാം, നമ്മൾക്ക് ശത്രുവുമാക്കാം. അത് എങ്ങനെ നമ്മൾ മനസ്സിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്തും നമ്മളുടെ ബന്ധുവും. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മാനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്, അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. ഇപ്പൊ അതേ അമ്മ തന്നെയാണ് പഠിച്ചു മകനെ കടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സങ്കടം വരും, പാവം ഞാൻ അടിച്ചില്ലേ, കണ്ടില്ലേ പാടൊക്കെ കിടക്കണ്ട് എന്നൊക്കെ തോന്നി അവനെ അടുത്ത് വിളിച്ചിരിക്കും, പിന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ആ കുട്ടി കൺവിൻസ് ആവണമെന്നില്ല, ആ ഭയം, ഉള്ളിൽ വന്ന ഭയം പോവില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാല് ആ മനസ്സ് തന്നെയാണ് നമ്മളുടെ മനസ്സാണ് നമ്മളുടെ സുഹൃത്ത്. അല്ലെങ്കിലോ മനസ്സ് നമ്മുടെ ശത്രുവായിരിക്കും അല്ലെ? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും നമ്മൾ ശത്രുക്കളാക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സുകൊണ്ട്.
ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ പാനാപമാനയോഹോ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും ദുഃഖവും സുഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ തന്നെ. അപ്പൊ ഒരു മനസ്സിനെ നമ്മൾക്ക് കീഴടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടാണ് അല്ലെ, ഇപ്പൊ ചൂട് തുടങ്ങി. നമ്മൾക്ക് ഇതുവരെയും തണുപ്പുള്ള സമയത്ത് നമ്മൾ എന്താ കംപ്ലൈന്റ്, അയ്യോ എന്തൊരു തണുപ്പാണ്, ഈ തണുപ്പ് മാറിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. ചൂട് തുടങ്ങുമ്പോഴോ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം, നമുക്ക് ഫാൻ ഇടണോ, അതിന്റെ മേലെ AC ഇടണോ, അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുക. പക്ഷേ ഒരു യോഗിയെ പറ്റിയിട്ട് നോക്കി ഈ സന്യാസികളായിട്ട് നടക്കുന്ന ആൾക്കാര് പൊതുവെ അവർ വന്നു കഴിഞ്ഞിട്ട് ചൂടിലും തണുപ്പിലും ഒരു റിയാക്ഷൻ അവർക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഈ പ്രഭുപാദം നമ്മളുടെ ഈ ബുക്ക് ഇതാക്കിയിട്ടുണ്ടല്ലോ, അവര് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിക്കണം എന്നുള്ളതാണ് അവര് ആദ്യത്തെ ചിട്ട. അവര് US പോയി, അമേരിക്കയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെയാണെങ്കിൽ പോലും ആ തണുത്ത വെള്ളത്തിലാണ് കുളിക്കാറെന്നാണ് പറയുന്നത്. അവിടെ ശരിക്കും -1 ഡിഗ്രി -2 ഡിഗ്രി ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? അവർക്ക് മനസ്സിനെ കീഴടക്കിയത് കൊണ്ടാണ്. ഇപ്പം ഇതിന് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേല് നല്ല വേദനയാണ് കേട്ടോ, കാലുമുട്ട നല്ല വേദനയുണ്ട്, ഒത്തിരി പ്രായമായിട്ടുണ്ടെന്ന് വെച്ചോളൂ. ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് കാലൊക്കെ നല്ല വേദനയാണ്, നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ TV ഓൺ ചെയ്ത് വെച്ചേക്കാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു സീരിയൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കാന്ന് വെച്ചോളൂ. ആ സീരിയലിൽ മുഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ വേദനയെ അറിയില്ല അല്ലേ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് അതിൽ മുഴുകി അതിന്റെ കഥയിൽ നമ്മൾ മുഴുകാണ്. അത് കഴിഞ്ഞ് അതിന്റെ ആ ഒരു അരമണിക്കൂർ ഡ്യൂറേഷൻ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് വീണ്ടും നമ്മുടെ വേദനകളൊക്കെ അറിയും. ആർക്കെങ്കിലും അനുഭവപ്പെട്ടുണ്ടോ ഇതേമാതിരി? ശരിയാണ്. അല്ലേ? അത് കഴിയണമായിരിക്കും നമ്മൾ അതിൽ മുഴുകി പോകുമ്പോ. അപ്പൊ അതെന്താ അല്ലേ? അപ്പൊ അതെങ്ങനെയാ അങ്ങനെ പറ്റണേ? അപ്പോഴും നമുക്ക് വേദനയില്ലേ? ഈ വേദന ഇപ്പോഴും ഉള്ളതല്ലേ? ആ സമയം നമ്മുടെ മനസ്സ് സീരിയലിലാണ്. നമ്മൾ സീരിയലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നാണ് നമുക്ക് വേദനയും കഷ്ടങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. ശരിക്കും ദേഹത്തിന്റെ വേദനയെക്കാളും മനസ്സിലാണ് അതിന്റെ എഫക്റ്റ് ഉള്ളത്. അപ്പൊ മനസ്സിനെ നമ്മൾക്ക് കീഴടക്കാൻ കഴിഞ്ഞാല്, വേറെ എന്തിലെങ്കിലും നമുക്ക് വ്യാപരിപ്പിക്കാൻ കഴിഞ്ഞാല് നമ്മൾ അതിനെ മറക്കുന്നു അല്ലേ? അപ്പൊ മനസ്സിലാവുന്നുണ്ടോ പറയാം? അപ്പൊ നമ്മുടെ മനസ്സിനാണ് നമ്മൾക്ക് ഇത് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? സീരിയൽ കാണാനല്ല നമ്മൾ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഭഗവാന്റെ ഇപ്പൊ ഭഗവത്ഗീത വായിക്കുക, ഇതുമാതിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾക്ക് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും പല ആൾക്കാരുടെയും ഇതില് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് കാണുക. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരിക്കും മനസ്സിൽ. അപ്പൊ ആ ചിന്തകളിൽ മുഴുകി കഴിയുമ്പോൾ വേറെ ചീത്ത ചിന്തകൾ നമ്മൾക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് മനസ്സിനെ കീഴടക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും. അപ്പൊ നമ്മൾ AC ഇട്ടൊക്കെയാണോ, നമ്മൾ ചൂടുണ്ടായിരുന്നോ ഒന്നും അറിയില്ല. ആ സമയത്ത് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ചൂടിലാണ് ഇരിക്കുന്നത് എന്നുള്ള പോലും നമ്മൾ മറന്നുപോകും അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു യോഗി എന്ന് പറഞ്ഞ ആൾ എന്താണ്? ഭഗവാനിൽ പൂർണ്ണമായിട്ട് മുഴുകിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ട് ചൂടും സുഖവും ദുഃഖവും മാനവും അവമാനവും ഒന്നും അവരെ ബാധിക്കില്ല. കാരണം ഒരാള് പറഞ്ഞു കഴിഞ്ഞാലും, ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഏതാണ്, ഒരു എന്താണ് പണ്ഡിതന് ശരിക്കും ഒരു ശുദ്ധഭക്തന് ഒരു ബ്രാഹ്മണനായാലും നായയായാലും ചണ്ടാളനായാലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതുപോലെ പറഞ്ഞില്ലേ ഇതിനു മുമ്പത്തെ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയേണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. അപ്പൊ ഭഗവാനിൽ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തണുപ്പും ചൂടും അറിയില്ല, സുഖവും ദുഃഖവും അറിയില്ല. നമ്മൾക്ക് വാൽമീകിയുടെ കാര്യം അറിഞ്ഞൂടെ? വാൽമീകി എത്രയോ കാലാണ് ചിതൽപുറ്റ് വന്നു അല്ലെ? അതുകൊണ്ടാണ് വാൽമീകി എന്നുള്ള പേര് വന്നത്. ശരിക്കും വാൽമീകിയുടെ പേര് രത്നാകരൻ എന്നായിരുന്നു. അപ്പൊ ആ ചിതൽപുറ്റ് വന്നു മൂടിയത് കൊണ്ടാണ് വാൽമീകി എന്നുള്ള പേര് തന്നെ വന്നത്. അപ്പൊ അത് വരയ്ക്കും. അപ്പൊ നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്കത് എങ്ങനെ സാധിച്ചു? അതാണ് ആ സമാധി ലെവലിൽ എത്തി കഴിയുമ്പോ ഒന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഹരിദാസ് ഠാക്കൂറിനെയാണ് കാണിക്കുന്നത്. ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ, പാർഷദനായിട്ട് ഉണ്ടായിരുന്നതാണ്. ഹരിദാസ് ഠാക്കൂറിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് 3 ലക്ഷമാണ് എല്ലാ ദിവസവും നാമം ചൊല്ലാറ്, ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലാറ്. 3 ലക്ഷം നാമം ചൊല്ലണ വരയ്ക്കും ഭക്ഷണം ഒന്നും കഴിക്കില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഭക്തി എന്ന് പറയുന്നത്. വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയക യുക്ത ഇത്യുച്ഛതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചനക. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. അതുപോലെ തന്നെ അവർക്ക് കല്ലും മണ്ണും സ്വർണവും ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വർണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും
അവർക്ക് കല്ലുമാരി തന്നെ തോന്നുള്ളൂ. കാരണം എന്താണ്? അതിനോട് ആകർഷണമില്ല. ശരി, നമ്മൾക്ക് സ്വർണത്തിനോട് എന്തുകൊണ്ടാണ് ആകർഷണം? അതിന് ആർക്കെങ്കിലും പറയാം? വിലയുള്ളതുകൊണ്ട്. അതിന് അത്രയും വിലയുള്ളത് കൊണ്ട്. ആഭരണങ്ങള് ഉണ്ടാക്കി ഇടുമ്പോ ഭംഗിയാണ്. അതിപ്പോ സ്വർണ്ണം അല്ലെങ്കിലും ആ നിറമുള്ള വേറെ ഏതായാലും ഓക്കെയാണ് അല്ലേ? പക്ഷെ എന്തുകൊണ്ട് അതിന് അത്രയും വിലയാണ്. വിലയില്ലാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ലോക്കറിലൊക്കെ കൊണ്ടുവന്ന് വെക്കുവോ? ഇല്ല. സമ്പാദിക്കാം. ഇല്ലേ? ആ, നമുക്ക് അത്രയും വിലയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത്രയും സുരക്ഷിതമായിട്ട് അതിനെ വെക്കുന്നത്, സ്വർണത്തിന്. പക്ഷെ ആ സ്വർണം ഇടാൻ നമ്മൾക്ക് സ്വർണം ശരിക്കും പൈസയുടെ വിടൂ, നമ്മൾക്ക് ദേഹത്ത് ഇടാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ദേഹത്തിന് അലർജി വരുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് വല്ല താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. ഇല്ല അല്ലേ? നമ്മളത് ഇടേയില്ല. കാരണം ചിലവർക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളി ചിലവർക്ക് പറ്റില്ല, അലർജി ഉണ്ടാവും. കാരണം ചൊറിച്ചിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മറ്റേ എന്താണ് ഈ 1 ഗ്രാം ഗോൾഡ് അങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് കഴിഞ്ഞാൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കും. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ എത്ര ഭംഗിയുള്ള സാധനമാണെങ്കിലും നമ്മൾ വേണ്ടാന്ന് തീരുമാനിക്കും അല്ലെ? അപ്പൊ ഈ യോഗികളെ സംബന്ധിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഒരു ആഗ്രഹമില്ല. ഇവിടെ സനാതന ഗോസ്വാമി എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെയാണ് ഗോസ്വാമിമാരുണ്ട്, ആറ്. അതിലൊരാളാണ് സനാതന ഗോസ്വാമി കേട്ടോ. അപ്പൊ സനാതന ഗോസ്വാമി അവരെല്ലാവരും ഭഗവാന്റെ പാർഷദന്മാർ തന്നെയാണ്, ഭഗവാന്റെ കൂടെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ സനാതന ഗോസ്വാമിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഒരു ഇതേമാതിരി തന്നെ വളരെ വില പിടിച്ചിട്ടുള്ള ഒരു രത്നം ഉണ്ടാവും, ചിന്താമണി രത്നം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും, ടച്ച് സ്റ്റോൺ എന്ന് പറയും, അതുണ്ടാവും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അത്രയും അമൂല്യമായിട്ടുള്ള സാധനമാണ്. അത് അവര് സൂക്ഷിച്ചിരുന്നത് ഒരു ഡസ്റ്റ്ബിൻ മാരത്തെ ഒരു കൊട്ടയിലാണ്. അതങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു ബ്രാഹ്മണൻ വരികയാണ്. അപ്പൊ ആ ബ്രാഹ്മണൻ വരുമ്പോ അയാൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ദാരിദ്ര്യമുണ്ട്. അപ്പൊ മകളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആവശ്യമുള്ള സമയവുമാണ്. ആ ബ്രാഹ്മണൻ എന്ന് കാണുമ്പോണ്ട് ഈ രത്നം കിടക്കണം, അത് ഇത്രയും വില പിടിച്ച രത്നം വെറുതെ ഇങ്ങനെ കിടക്കണു. അപ്പൊ വിചാരിക്കും സനാതന ഗോസ്വാമിയോട് ചോദിക്കാമെന്ന്, എനിക്ക് കിട്ടിയ ഉപകാരമാണല്ലോ എന്നും പറഞ്ഞിട്ട് സനാതന ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, അത് എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ചിരിച്ചുകൊണ്ട് പറയും എടുത്തോളൂ എന്ന് പറയും. അയാൾ എന്നിട്ട് അത് എടുത്തിട്ട് പോയി കുറച്ച് നടന്നു കഴിയുമ്പോൾ ആ ബ്രാഹ്മണനൊരു സംശയം വരെയാണ് ഉള്ളില്. അപ്പൊ പറയും, ഇത്രയും വില പിടിച്ച സാധനം എത്ര കൂളായിട്ടാണ് സനാതന ഗോസ്വാമി എടുത്തു തന്നത്. അതും അങ്ങനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് മാരത്തെ ഒരു സ്ഥലത്തിലാണ് അത് ഇട്ടിരുന്നതും. അപ്പൊ എന്തോ ഇതിനേക്കാൾ വലിയ വിലപിടിപ്പുള്ള എന്തോ സാധനം സനാതന ഗോസ്വാമിയുടെ കയ്യിലുണ്ട് എന്ന് തോന്നുകയാണ്. എന്നിട്ട് സനാതന ഗോസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അദ്ദേഹം. എന്നിട്ട് തിരിച്ചു വരും. പറയും, അങ്ങയുടെ കയ്യില് അങ്ങ് എത്ര സന്തുഷ്ടനാണ്. ഈ എന്താണ് ഇത്രയും വിലപിടിപ്പുള്ള ഈ രത്നം ഞാൻ എടുത്തിട്ട് പോലും അങ്ങേക്ക് ഒരു സങ്കടവും ഇല്ല. അപ്പൊ എന്തോ വലിയ വിലപിടിപ്പുള്ള ഏതോ ഒരു സാധനം അങ്ങയുടെ കയ്യിലുണ്ട്, അത് എനിക്ക് വേണം, അതെനിക്ക് തരാൻ പറ്റുമോ ചോദിക്കുകയാണ്. അപ്പൊ അപ്പോഴും ചിരിക്കും സനാതന ഗോസ്വാമി, തരാലോ. അതിന് പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രത്നം കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ മുമ്പിലുള്ള പുഴയിൽ എറിയണം. അത് കഴിഞ്ഞിട്ട് കുളിക്കണം, കുളിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരണം, മുങ്ങി കുളിച്ച് എന്റെ അടുത്ത് വരണം എന്ന് പറയും. ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുങ്ങി കുളിച്ച് അയാൾ വരികയാണ്. എന്നിട്ട് അയാളെ ഇരുത്തി കഴിഞ്ഞിട്ട് ഹരേകൃഷ്ണ മന്ത്രം ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദീക്ഷ കൊടുക്കും ഹരേകൃഷ്ണ മന്ത്രം. എന്നിട്ട് അദ്ദേഹം അത്രയും വലിയ ഭക്തനായി മാറുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഈ സ്വർണത്തിന്റെ വില നമ്മുടെ ഈ ഭൗതിക ലോകത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു 20 കൊല്ലം നമുക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവാം, 30 കൊല്ലം ഉപയോഗം ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ഈ ശരീരം നശിക്കുന്നതോട് കൂടിയിട്ട് നമ്മളും അതുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു. നമ്മുടെ അടുത്ത അനന്തരാവകാശികൾ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു ബന്ധമില്ല. ഈ ശരീരം പോണോട് കൂടിയിട്ട് അവരുമായിട്ട് എല്ലാ ബന്ധങ്ങളും നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ അവരുമായിട്ട് പിന്നെ ഒരു ബന്ധമില്ല. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് ഒരു കഥയും കൂടി ഉണ്ട് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വലിയ പണക്കാരനാണ്. ഓക്കെ, അയാള് പേരെനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോ. അപ്പൊ അയാള് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അയാളുടെ അടുത്ത് നാരദനാണ് വരുന്നത്. നാരദൻ വന്നിട്ട് പറയും, കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോ നല്ല പൈസയാണ്, അത്രയും എന്താണ് സമ്പത്തും അത്രയും സൗകര്യമൊക്കെ ഉള്ള ഒരു വീട്, കല്യാണം കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ് ആദ്യം നാരദർ വരുന്നത്. അപ്പൊ നാരദർ വന്നിട്ട് പറയും, അതിലേ നിങ്ങൾക്ക് എന്തായാലും ഞാൻ നിങ്ങളെ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോകാൻ റെഡിയാണ്, നിങ്ങൾ വരാൻ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയും, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള, എനിക്ക് മക്കളൊന്നും ഉണ്ടായിട്ടില്ല, ഈ സ്വത്തുകളൊക്കെ നോക്കി നടത്താനായിട്ട് എനിക്ക് ആരെങ്കിലും വേണ്ടേ എന്ന് പറയും. എന്നിട്ട് നാരദർ തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കൊല്ലങ്ങൾക്ക് കഴിയുമ്പോൾ അവര് പറയും, എനിക്കിപ്പോ പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ളൂ, എനിക്ക് ഇപ്പോഴും വരാൻ പറ്റില്ല. എവിടേക്കാണ് വിളിക്കണേന്ന് ആലോചിക്കണം. എവിടേക്ക് കൊണ്ടുപോകാനാ വിളിക്കണേ? ഭഗവാന്റെ അടുത്തേക്കാണ് വിളിക്കണേ. എന്നിട്ട് ഇത് വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പൊ പോകാൻ പറ്റില്ല എന്ന് പറയൂ കേട്ടോ. അവസാനം പിന്നെ അടുത്ത തവണ വരും. അടുത്ത തവണ വരുമ്പോഴും വരില്ല പറയും. അവസാനം അയാൾ മരിക്കും. അയാൾ മരിച്ചിട്ട് എന്തായിട്ട് ജനിക്കുന്നു? നായയായിട്ടാണ് ജനിക്കണേ. എവിടെ നായയായിട്ട്? ആ വീട്ടില്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്വത്തുക്കളൊന്നും അയാൾക്ക് വിടാൻ പറ്റില്ല. അതിനെ കാവൽ നിന്ന് ഒരു കാവൽ നായയായിട്ട് അവിടെ ജനിക്കുകയാണ് അയാള്. അതും കഴിഞ്ഞു. ആ നായയുടെ ജന്മം കഴിഞ്ഞു. നായയുടെ ജന്മം കഴിഞ്ഞിട്ടും ആഗ്രഹം വിടാൻ പറ്റണില്ല അയാൾക്ക്. അയാൾ ഒരു പാമ്പായിട്ട് വരികയാണ് അവിടെ. പാമ്പായിട്ട് ജനിക്കുകയാണ്. എന്നിട്ട് അയാളുടെ പേരക്കുട്ടികള് ഗ്രേറ്റ് ഉണ്ടാവുമല്ലോ, അവര് വന്നു കഴിഞ്ഞിട്ട് എന്താണ് അയാളെ അടികൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. അപ്പൊ അയാൾ ഉണ്ടാക്കിയ ഈ സാമ്രാജ്യം കൊണ്ടൊക്കെ എന്ത് ഗുണമാണ് അയാൾക്ക് ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മളുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് സ്വർണത്തിനോടും കല്ലിനോടും മണ്ണിനോടൊന്നും ഓവറായിട്ട് നമ്മൾക്ക് ആഗ്രഹം പാടില്ല, വീടായാലും ശരി എന്നുള്ളതാണ്. കൃഷ്ണാബോധത്തിന്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ലൗകിക പാണ്ഡിത്യം കൊണ്ട് ആർക്കും കൃഷ്ണാബോധം ഉദിക്കില്ല. അതിവിശുദ്ധ പ്രജ്ഞനായ ഒരാളുമായി സഹവസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം. അതാണ്. അപ്പം ഒരു ഭഗവത് ഭക്തനുമായിട്ടുള്ള ഒരു സഹവാസം നമ്മൾക്ക് കിട്ടണം. ഇപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണ്, നമുക്ക് അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീത പഠിക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാലോചിച്ച് നോക്കൂ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവില്ല. ഇപ്പൊ എത്രയോ കോടി ആൾക്കാരുണ്ട് ഈ ലോകത്ത്. എത്ര പേര് ഭഗവത്ഗീത പഠിക്കുന്നുണ്ടാവും? എത്ര പേര് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കുറവാണ്. അതൊരു ഭാഗ്യമാണ്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഭാഗ്യം ഒരിക്കലും കളയാതെ നോക്കണം. കൃഷ്ണന്റെ കരുണ മൂലം ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളാണ് കൃഷ്ണാബോധമാർന്ന ഭക്തൻ. ശുദ്ധ ഭക്തിപൂർവമായ സേവനത്താൽ സംതൃപ്തനാണ് അയാൾ. ജ്ഞാന സാക്ഷാത്കാരം ഒരാളെ പൂർണ്ണതയിൽ എത്തിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ശുദ്ധ ഭക്തിപൂർവമായ, അത് ഇവിടെ പ്രഹ്ലാദനെയാണ് കാണിക്കുന്നത്. പ്രഹ്ലാദനെ ആലോചിച്ച് നോക്കൂ. പ്രഹ്ലാദന് അത്രയും ഭാഗ്യമാണ് ഉണ്ടായത്. അസുര കുലത്തിൽ ജനിച്ചിട്ട് പോലും, ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് ശുദ്ധഭക്തനായിട്ടുള്ള നാരദന്റെ കയ്യിൽ നിന്ന് ഭാഗവതം മുഴുവൻ കേൾക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ടായി? പ്രഹ്ലാദനുണ്ടായി. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദൻ ശുദ്ധഭക്തനായിട്ടാണ് ജനിച്ചത് അല്ലെ. അപ്പൊ അത് കാരണം കൊണ്ട്, എന്നിട്ട് പിന്നെ പ്രഹ്ലാദൻ എന്താ ചെയ്തത്? ഇത്രയും അച്ഛൻ അത്രയും ഉപദ്രവിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ഓരോ കാര്യങ്ങൾ പാമ്പ് കൊണ്ട് കടിപ്പിക്കാൻ നോക്കി അല്ലെ, മോളിൽ നിന്ന് എറിഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് അടുത്ത ദിവസം വന്നിരുന്നിട്ട് എന്താ ചെയ്യുക? തന്റെ സഹപാഠികൾക്കൊക്കെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ശുദ്ധഭക്തൻ ഇപ്പോഴും എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും നോക്കില്ല, മറ്റുള്ളവരെ ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവനും. അത ശ്രീകൃഷ്ണനാമാദീന ഭവേത്രാമിന്ദ്രിയൈഃ സേവോന്മുഖൈഃ ജിഹ്വാദൗ സ്വയമേവ സ്ഫുരത്യതഃ. ഭൗതിക മാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണന്റെ നാമം, രൂപം, ഗുണം, ലീല എന്നിവകളുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനാവില്ല. ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും നാമം, രൂപം, ഗുണം ഇത്യാദികളെയും അറിയാൻ സാധിക്കൂ. ഭക്തിരസാമൃത സിന്ധു ഇതിൽ പറയുന്നതാണ്. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? ഭഗവാന്റെ നാമോ, രൂപോ, ഗുണോ, ലീലയോ ഒന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾക്ക് ഭൗതിക അതിലുള്ള താല്പര്യം കൊണ്ട്. ഇപ്പൊ ചില ആൾക്കാരോടൊക്കെ നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, ഇങ്ങനെ ഭഗവാനെ കുറിച്ചിട്ട് ഒരു കോഴ്സ് ഉണ്ട്, ഭഗവത്ഗീത പഠിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛിക്കും. വേറെ വഴിയില്ല, നമ്മൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്കൊക്കെ വട്ടാണ് എന്ന് പറയും അല്ലെ. അതെന്തുകൊണ്ടാണ്? അവർക്കതിനുള്ള യോഗമില്ല, അവർക്കതിനുള്ള ഭാഗ്യമില്ല. ഭഗവാൻ വിചാരിക്കണം ആർക്ക് ഭഗവത്ഗീത എത്തിക്കണം, ഭഗവാനെ കുറിച്ച് അറിയിക്കണം എന്നുള്ളത്. നമ്മൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നമ്മൾക്ക് തരുള്ളൂ. പിന്നെ ഉപയോഗിക്കണോ വേണ്ടതെന്നുള്ളത് നമ്മുടെ കാര്യമാണ് കേട്ടോ എന്നുള്ളത്. അപ്പൊ ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമാണ്, അപ്പോ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട്, ഭഗവാനെ കുറിച്ച് നാമം ചൊല്ലിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ശുദ്ധി വരുമ്പോ നമ്മൾക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മുടെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരും എന്നാണ് പറയുന്നത്. അത് സാധിക്കും ഇത്ര എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പൊ അതാണ് നാമം, രൂപം, ഗുണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവത് സേവനം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നാത്യസ്നാതസ്തു യോഗോസ്തി ന ചൈകാന്ത മനസ്നതഃ ന ചാദി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അർജുന, വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഈ ഭക്ഷണത്തിന് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ കൺട്രോൾ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വളരെ കുറച്ച് ഭക്ഷിക്കുന്നവർക്ക്, നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് വയറ്റിൽ തന്നെ ഒരു ശബ്ദം വരുന്ന മാതിരിയാണ് തോന്നുക അല്ലെ. ഉറക്കം വരില്ല, ദേഷ്യം വരും, എന്തൊക്കെയാ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഭക്ഷണം ഒരു ദിവസം നമ്മൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ. എന്നാൽ ഒരുപാട് ഭക്ഷണം കഴിച്ചാലോ നമ്മൾക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല, ബുദ്ധി മന്ദീഭവിച്ച മാതിരിയാണ് ഉണ്ടാവുക അല്ലെ. കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല നമുക്ക് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഉറക്കമില്ലാത്തവർക്ക്, ഇപ്പൊ അറിയാല്ലേ, നമ്മുടെ കുട്ടികളൊക്കെ അടുത്ത ജനറേഷനാണെങ്കിൽ നമ്മളൊക്കെ കഷ്ടം തോന്നും. അവർ ഉറങ്ങുന്നതൊക്കെ ഏത് സമയത്താ? 12 മണി, 1 മണി. IT ജോലിയൊക്കെ ചെയ്യുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു സമയവും കാലോലിയാണ്ടാണ് അവരെ ഭക്ഷണവും അതെ ഏത് സമയത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 12 മണിക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം കാണാം രാത്രി. അങ്ങനെയൊക്കെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇപ്പൊ അറിയില്ല, കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അതിന്റെ എഫക്ട്സ് ഒക്കെ നമ്മളുടെ ബോഡിയിൽ കാണാൻ തുടങ്ങും. അപ്പൊ അതുപോലെ തന്നെയാണ് വേണ്ടതിലേറെ ഉറങ്ങുക. ഓവറായിട്ട് 12 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ അലസത എന്ന് പറയുന്നത്, അതാണ് തമോ ഗുണം എന്ന് പറയുന്നത്.
അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തോന്നും ഓക്കെ, കുറച്ച് എന്റെ ദേഹം നല്ല ക്ഷീണിച്ചിട്ടാണ്, ഞാനൊരു 12 മണിക്കൂർ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച ഒരു ദിവസം ഉറങ്ങിയെന്ന് വെച്ചോളൂ. സാധാരണ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല. നോർമലായിട്ട് 7 മണിക്കൂറോ 8 മണിക്കൂറോ ഉറങ്ങുന്ന ആൾക്കാർ അത് കഴിയുമ്പോഴേക്കും ഉണരും. പിന്നെ ഉറങ്ങാൻ സാധിക്കില്ല, കിടക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പർപ്പസ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ, ശീലമുള്ള ആൾക്കാരാണെങ്കിൽ, അത് കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് തലവേദനയായിരിക്കും, മുഖമൊക്കെ ഇങ്ങനെ വീർത്തമാരി ഉണ്ടാവും, കണ്ണൊക്കെ ഒരുമാതിരി റെഡ് കളർ ആയിട്ടുണ്ടാവും. ഓവറായിട്ട് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അപ്പൊ അവർക്ക് ശരിക്കും നോർമലായിട്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കില്ല ആ സമയത്ത് എന്നുള്ളതാണ്, ഓവറായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനത്തെ 2 ഇതുള്ള ആൾക്കാർക്കും യോഗിയാവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റിയ കാരണം ബുദ്ധി മര്യാദയ്ക്ക് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആദ്യം. ബുദ്ധി മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ ചിട്ടകളുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. യുക്താഹാര വിഹാരസ്യ, അപ്പൊ ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തിലൊക്കെയാണ് നമുക്ക് നിയന്ത്രണം വേണ്ടത്? ആഹാരത്തില്. അമിതമായി ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വയറുണ്ടല്ലോ, വയറിൽ വന്നിട്ട് അതിന് 4 പാർട്ടാക്കണത്ര. ഓക്കെ, അതില് 2 പാർട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, പകുതി എന്നുള്ള മാതിരി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 1/4 ഭാഗം വന്നു കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് നിറയ്ക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത 1/4 ഭാഗം എന്ന് പറയുന്നത് എംപ്റ്റി ആയിരിക്കണം. ഇതാണ് ഇത്ര യഥാർത്ഥ അവസ്ഥ വേണ്ടത്. അപ്പൊ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള കൺസെപ്റ്റേ തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അരഭാഗം ഭക്ഷണം, 1/4 ഭാഗം വെള്ളം, 1/4 ഭാഗം എംപ്റ്റി ആയിരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ചിട്ട എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാത്വികമായിട്ടുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. അതിന് ഓവറായിട്ട് സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല, നമ്മുടെ ദേഹത്തിന് നല്ലതല്ല. അതായത് എരിവ് കൂടുതലുള്ളത്, പുളി കൂടുതലുള്ളത്, ഉപ്പ് കൂടുതലുള്ളത്, അതുപോലെ തന്നെ വളരെ പഴയ ആഹാരങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറിന് മേലെ കുക്ക് ചെയ്തിട്ട് 3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അതിൽ ബാക്ടീരിയൽ എഫക്ട് വരും എന്നാണ് പറയുന്നത്. അത്രയ്ക്കൊന്നും നമ്മൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും തലേദിവസത്തെ ഭക്ഷണമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്യുക? ഒരാഴ്ചയ്ക്കുള്ളത് പ്രീ കുക്കിംഗ് മെത്തേഡാണ് അല്ലെ. ഞായറാഴ്ച എല്ലാം കുക്ക് ചെയ്ത് വെക്കുന്നു, ഓരോ ദിവസം ഓരോ ഡിഷ് എടുക്കുന്നു, നമ്മൾ അത് എടുത്ത് കഴിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിനും മനസ്സിനും നല്ലതല്ല എന്നാണ് പറയുന്നത്. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരുടെ ചിന്തകളും അതിനനുസരിച്ചായിരിക്കും. നല്ല ചിന്തകൾ വരില്ല. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ് കൂടുന്നത്, ദേഷ്യം കൂടുന്നത്, നമ്മുടെ പ്രവൃത്തികൾ നമ്മളുടെ കൺട്രോളിലല്ലാത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഓരോ കാര്യങ്ങളും വികാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാനായിട്ട് കഴിയും. അതുപോലെ നിദ്ര ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പാടില്ല, അതിന് കുറവാണ്. സാധാരണ 6 മണിക്കൂർ മതി. എന്നാലും നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അതിനേക്കാൾ കൂടുതലും ഉറങ്ങരുത്, കുറവും ആവരുത്. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽക്കണം എന്നാണ്. അപ്പൊ രാത്രി 10 മണിക്ക് മുമ്പ് നമ്മൾ ഉറങ്ങി എത്ര മണിക്ക് എഴുന്നേൽക്കണം? ഒരു 4-4:30 എഴുന്നേൽക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും നമ്മൾ സൂര്യാസ്തമനം ഉണ്ടല്ലോ, ആ 7 മണി സമയത്തിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മുടെ ദേഹത്തിന് ഏറ്റവും നല്ലതെന്നാണ്. അപ്പോഴാണ് ഡൈജഷൻ. ഇപ്പൊ നമ്മളുടെ സമയക്രമങ്ങൾ മാറുമ്പോഴാണ്. മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നു? 6 മണിയാവുമ്പോ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവരുടെ ഭക്ഷണമൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അത് കഴിഞ്ഞാൽ ഇരുട്ടല്ലേ, അത് കാരണം കൊണ്ട്. അത് കഴിഞ്ഞ പിറ്റേ ദിവസം അവർ സൂര്യൻ ഉദിച്ചതിന് ശേഷം പാകം ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഒരു 12 മണിക്കൂറോ 14 മണിക്കൂറോ അവർ എംപ്റ്റി സ്റ്റൊമക്കോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള മാർഗം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ട മാതിരിയാണ് നമ്മുടെ ചിട്ടകൾ കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണെങ്കിൽ സർവ്വ ദുഃഖങ്ങൾ, അതായത് രോഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവന് നഷ്ടപ്പെട്ടു പോവുകയില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഭഗവാൻ? എല്ലാത്തിലും ഞാനാണുള്ളത്. അത് അല്ലേ, എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവായിട്ട് ആരാ ഉള്ളത്? ഭഗവാനാണ്. ശരി. ഇനി നമ്മുടെ ചുറ്റുള്ള കാണുന്നതോ, നമ്മൾ വെള്ളമായാലും ശരി, നമ്മുടെ വായു ആയാലും ശരി, എല്ലാം ആര് തന്നതാണ്? ഭഗവാൻ തന്നതാണ് അല്ലേ. അപ്പൊ എല്ലാം ഭഗവാനിൽ അടങ്ങുന്നതാണ്. എല്ലാം ഭഗവാനിലാണ് അടങ്ങുന്നത്. എല്ലാത്തിലും ഭഗവാൻ ഉണ്ടേനും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭഗവാനെ മറക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇത് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വിചാരിക്കും? ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കേണ്ടത്, ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യരുത്. നമ്മൾ കാലിന്റെ മേലെ കാല് കയറ്റി വെക്കുമ്പോൾ പോലും നമ്മൾക്ക് തോന്നും, അയ്യോ ഭഗവാൻ ഇല്ലേ മുമ്പില്, നമ്മൾക്ക് അങ്ങനെ ഇരിക്കാൻ പാടും. ഒരു വിധേയത്വം നമ്മൾക്ക് വരും അല്ലെ.
അപ്പൊ അതാണ് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ, ഭഗവാന്റെ ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ അയാളുടെ എല്ലാ പ്രവൃത്തികളും കറക്റ്റ് ആയിരിക്കും, ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇവിടെ ഹിരണ്യകശിപുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ, പ്രഹ്ലാദ മഹാരാജാവിന്റെ. ഈ കഥ എല്ലാവർക്കും അറിയണതല്ലേ, നമ്മൾ പറയണ്ടല്ലോ. ഹരേ കൃഷ്ണ. അറിയാം അപ്പൊ എന്താണ് ഇപ്പൊ ഹിരണ്യകശിപു എന്താണ് വിചാരിച്ചത്, എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് വരം ചോദിച്ചത്. എന്ത് വരം ചോദിച്ചത്? രാത്രി മരിക്കാൻ പാടില്ല, പകല് മരിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇരുട്ടത്ത് മരിക്കാൻ പാടില്ല, വെളിച്ചത്ത് മരിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാതും ഇങ്ങനെ നോക്കി നോക്കി ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു സ്ത്രീ കൊല്ലാൻ പാടില്ല, പുരുഷൻ കൊല്ലാൻ പാടില്ല, അല്ലെ? അകത്ത് മരിക്കാൻ പാടില്ല, പുറത്ത് മരിക്കാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടും ഭഗവാൻ അതിനെ തോൽപ്പിച്ചില്ലേ? ഭഗവാൻ എന്താ ചെയ്തത്? സന്ധ്യ സമയത്ത്, അതായത് ഇരുട്ടുമല്ല വെളിച്ചമല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു? എവിടെ വെച്ചിട്ടാണ്? തന്റെ മടിയിൽ വെച്ചിട്ടാണ്. അതെന്ന് പറയുന്നത് തറയിലുമല്ല ആകാശത്തുമല്ല, അല്ലേ? അങ്ങനെ എല്ലാ കണ്ടീഷനെയും ഭഗവാന്, അപ്പൊ അതാണ് ഭഗവാന് മേലെ നമുക്ക് ഒരു പ്ലാൻ ഇല്ല. അപ്പൊ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കില്ലേ? നമ്മളുടെ ചിന്തകളെക്കാൾ പെർഫെക്റ്റ് അല്ലേ ഭഗവാൻ? കൃഷ്ണാബോധം ഉദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു, എല്ലാം കൃഷ്ണനിൽ അധിവദിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ അവ ഓരോന്ന് കാണുമ്പോഴും അയാൾ കൃഷ്ണനെ കുറിച്ച് ബോധവാനാണ്. അതാണ് ഒരു നദി, വെള്ളം കാണുമ്പോൾ നമുക്ക് എന്താണ്? ഇത് ഭഗവാൻ തന്നതാണ്, അല്ലേ? അതുപോലെ എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിൽ ഭഗവാനെ കാണാൻ പറ്റും. സൂര്യൻ ഉദിച്ച് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഇതും ഭഗവാനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത്ര കാരുണ്യവാനാണ് ഭഗവാൻ. അത് നമുക്ക് ആലോചിക്കാം, അല്ലേ? കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല. ഇപ്പൊ നമ്മൾക്കത് ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ മനോഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വരും. കൃഷ്ണനാണ് എല്ലാത്തിന്റെയും നാഥൻ. അതാണ് കൃഷ്ണാബോധത്തിന്റെ മൗലിക സിദ്ധാന്തം. പ്രേമാഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭക്തന്റെ പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭക്തഹൃദയത്തിലത്രേ തന്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ശുദ്ധഭക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോ ആരെ കാണുക? ഭഗവാനെ. ഭഗവാനെ. എങ്ങനത്തെ ഭഗവാനെയാ? ആ സുന്ദരനായിട്ടുള്ള, അല്ലെ? ശ്യാമസുന്ദര അചിന്ത്യ ഗുണസ്വരൂപം. ആ മഞ്ഞപ്പൊട്ടുടയാട് കൊടുത്ത് രത്നാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ആ സുന്ദരനായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ മനസ്സിൽ എന്നാണ് പറയുന്നത്. ആ ലെവലിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കും. ഭഗവാൻ എന്താ ഇവിടെ പറയുന്നത്? ഞാൻ വൈകുണ്ഠത്തിലല്ല, ഞാൻ ഗോലോക വൃന്ദാവനത്തിലല്ല വാഴുന്നത്. എവിടെയാണ്? ഭക്തഹൃദയങ്ങൾ. ഭക്തന്റെ ഹൃദയത്തില്. അപ്പൊ അങ്ങനത്തെ ഒരു ഭക്തനാവണ്ടേ നമ്മൾക്കൊക്കെ? ചഞ്ചലം ഹീമന കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ അർജുനനാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അർജുനൻ ഭഗവാനോട് പറയാണ്, ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞ? ഭഗവാന്റെ ആ സുന്ദര രൂപം നമ്മളുടെ മനസ്സിൽ കാണാമെന്നൊക്കെയാണ് ഭഗവാൻ പറയണത്. അപ്പൊ അർജുനൻ പറയാണ്, ഭഗവാനെ ഇതൊന്നും നടക്കണ കാര്യമല്ല. എന്താ പറയണത് അർജുനൻ? ഇത് നടക്കില്ല. എന്താ കാരണം? ചഞ്ചലം ഹി മന കൃഷ്ണ. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാതിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ മനസ്സൊരു കുരങ്ങന്റെ മനസ്സുമാരിയാണ്. ഇതാ കണ്ടില്ലേ? കുരങ്ങന്റെ മനസ്സിൽ എന്താ തോന്നണേ? പഴമൊക്കെയാണ് വരുന്നത്, അല്ലെ? അതുപോലെയാണ്. അതായത് ഒരു നിമിഷം പോലും നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെ? എന്തൊക്കെ ചിന്തകളാണ് വരിക. നല്ല ചിന്തകൾ അധികം വരില്ല എന്ന് വെച്ചോളൂ, ചീത്ത ചിന്തകൾ നിറയെ വരും. അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നുള്ളത്. അപ്പൊ മനസ്സ് പ്രക്ഷുബ്ധമാണ്, ചിന്തിക്കാൻ എപ്പോഴും ചഞ്ചലാണ്. അതിന് നമ്മൾ കാറ്റിനെ പിടിച്ചു നിർത്താം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾക്ക് അമേരിക്കയ്ക്ക് പോയിട്ട് വരാം. അമേരിക്കയിലാണ് എന്റെ മക്കള്, അവരിപ്പോ എന്ത് ചെയ്യണ്ടാവും? അവർ അങ്ങനെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വരും, അല്ലെ? നമ്മൾ ഒരു തവണ അമേരിക്കയ്ക്കോ അങ്ങനെ ആരെങ്കിലും മക്കളുടെ കൂടെ അങ്ങ് പോയ ആൾക്കാരാണെങ്കിൽ ആ സ്ഥലം കൂടി നമ്മുടെ തലയിൽ വരും. ആ ഇന്ന സ്ഥലമാണ്, അവിടെയാണ് അവരിയ്ക്കുണ്ടാവുക എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് വരാം, ദുബായിൽ പോയിട്ട് വരാം, എവിടേക്കോ നമ്മൾക്ക് പോയിട്ട് വരാം. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ പോയിട്ട് വരാം, അല്ലെ? ഇപ്പൊ ഞാനിത് പറയുമ്പോ തന്നെ പലരും എവിടേക്കോ പോയിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ്? അപ്പൊ അതിനെങ്ങനെയാ? കാറ്റിനെ പോലും നിയന്ത്രിച്ചു നിർത്താം കൃഷ്ണ, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധ്യമല്ല എന്ന് പറയാണ് ആര്? അർജുനൻ. വായോട് പറയുന്നത് ഓക്കെ, പക്ഷെ പ്രവൃത്തിയിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ അർജുനനെയാണ് കാണിക്കുന്നത്. അപ്പൊ അർജുനൻ നോക്കൂ, അർജുനൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗുരു അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു. എങ്ങനെ നമ്മൾ കോൺസെൻട്രേഷൻ കൊണ്ടുവരണം.
അപ്പൊ എങ്ങനെയാണ് ആ ചെറുപ്പത്തിൽ തന്നെ ഇലകളിൽ ഒരു മരത്തിന്റെ ഓരോ ഇലകളിലേക്കും അമ്പ് ചെയ്താണ് പഠിപ്പിച്ചത് അല്ലെ? ഓരോ ഇലയിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അമ്പ് ചെയ്യാനായിട്ട് അർജുനന് കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ആ അഭ്യാസം കൊണ്ട് അർജുനന് എന്ത് സാധിച്ചു? ദ്രൗപദി വിവാഹ വേളയിൽ വന്നു കഴിഞ്ഞിട്ട് ആ മത്സ്യത്തിന്റെ കണ്ണിന് എഴുത് വീഴ്ത്തണം എന്നുള്ളതായിരുന്നു അല്ലെ? അപ്പൊ അത് എവിടെ നോക്കിയിട്ടാണ് അർജുനൻ കണ്ടത്? മുമ്പിലുള്ള കണ്ണാടി. ആ കണ്ണാടിയിൽ അതിന്റെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് മേലേക്ക് അമ്പ് ചെയ്യാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും അവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സാധിക്കുക? യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും. അതായത് നമ്മൾക്ക് ഏതിനോടും അറ്റാച്ച്മെന്റ് പാടില്ല. നിസ്സംഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ്. അപ്പൊ യുക്തമായ പരിശീലനം കൊണ്ട് അപ്പൊ എന്താ പറയുന്നത്? മനസ്സിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാര്യമല്ല എന്ന് ഞാനും പറയുന്നു. പക്ഷെ സാധിക്കാത്തതായിട്ടൊന്നുമില്ല യുക്തമായ പരിശീലനം. ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ, പറഞ്ഞത് ആരാണ്? ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് അർജുനാണ് പറഞ്ഞത്. അർജുനൻ എത്രത്തോളം കോൺസെൻട്രേഷൻ ഉള്ള ആളാണ്? ദ്രൗപദിയെ പോലും നമ്മൾ ഇതില് അത്രയും ശ്രദ്ധയുള്ള മനസ്സിന്റെ നിയന്ത്രണമുള്ള അർജുനനാണ് പറഞ്ഞത് എന്തെന്ന്? മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല കൃഷ്ണ എന്ന്. അപ്പൊ ആ അർജുനന് പോലും അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ എന്ത് പറയുന്നത്? പറ്റും. എന്തുകൊണ്ട്? യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും. പ്രാപ്യ പുണ്യകൃതാം ലോക ഹീത്വം ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്ന അയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. അപ്പൊ എന്താ പറയണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു നിൽക്കും. നമ്മുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചു എല്ലാം ഭഗവാന്റെ നമ്മൾ സമർപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് തോന്നും അങ്ങനെ നമ്മളിപ്പോ ഇപ്പോഴേ നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ എടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറയാണ് വളരെ ഇപ്പോഴും ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇനിയും വൈകിട്ടില്ല, ഇനിയും നമ്മൾ വൈകുകയാണെങ്കിൽ നമ്മൾക്ക് ഭഗവാൻ തന്ന ഒരു അവസരം നമ്മൾ പാഴാക്കുകയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ഇത് ശരിക്കും നമ്മൾ ഇതൊരു എന്താ പറയാ, ഒരു സയൻസ് പഠിക്കുന്നതോ ഒരു ഫിക്ഷൻ നോവൽ വായിക്കുന്നതോ മാതിരിയല്ല ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമ്മൾക്ക് ഭഗവാൻ യഥാർത്ഥത്തിൽ ഉപദേശിച്ച് തന്നിരിക്കുകയാണ്. ഒരു അവസരം നമ്മൾക്ക് തന്നിട്ടാണ്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. ആ അവസരത്തിന് വേണ്ടിയിട്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ ഭഗവത്ഗീത ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മളോട് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പറയുന്നത്. എന്താണ്? ഹരേ കൃഷ്ണ മാത്രം ജപിക്കൂ, ഭക്ഷണത്തിന് നിയന്ത്രണം പാലിക്കൂ. ഇത് മാത്രമാണ് പറയുന്നത്. വേറെ ഒന്നും നമ്മളോട് കളയാൻ പറയുന്നില്ല. നമ്മുടെ ഫാമിലി കളയാൻ പറയുന്നില്ല, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം ഉപേക്ഷിക്കാൻ പറയുന്നില്ല, മക്കളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറയുന്നില്ല, സന്യാസിയാവാൻ പറയുന്നില്ല, അതുപോലെ ഒരു ജോലി ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. നമ്മളോട് ഒരു മാറ്റങ്ങളും ആവശ്യപ്പെടാതെ എന്താ പറയുന്നത്? എക്സ്ട്രാ നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ? അതാകെ എന്താ എക്സ്ട്രാ ചെയ്യാൻ പറയുന്നത്? ഹരേ കൃഷ്ണ ഭഗവാൻ നാമം ചെല്ലൂ എന്ന് മാത്രമാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യൂ എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ആ യോഗത്തിൽ പരാജിതനാവുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അത് ചിലപ്പോ അത് എനിക്ക് പറ്റില്ല, എനിക്ക് കുറെ ഭക്ഷണം കഴിക്കണം, ഞാനത് എൻജോയ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിട്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു തവണ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഭഗവാനെ മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും ഭഗവാൻ അവരെ കൈവിടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയണേ നോക്കൂ. പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ. അപ്പൊ ഒരുപാട് കാലം ഭഗവാനെ സേവിച്ചിട്ട് അതിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് അനുഗ്രഹമാണ് കൊടുക്കുന്നത്? സ്വർഗത്തിൽ അവർ കുറെ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യും? സ്വർഗലോകങ്ങളിൽ പോയിട്ട് ഒരുപാട് കാലം ജീവിച്ചതിന് ശേഷം അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൊടുക്കും. അങ്ങനെ തിരിച്ചു വരുമ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, ഇതിൽ പരാജയപ്പെട്ട കാരണം കൊണ്ട് അവർ തിരിച്ചു ഭൂമിയിലേക്ക് വരും. പക്ഷെ ഭൂമിയിലേക്ക് വരുമ്പോൾ അവർ എങ്ങനത്തെ വീട്ടിലേക്ക് ജനിക്കുന്ന പറഞ്ഞേക്കണത്? നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ. എന്തുകൊണ്ടാണ് ധനികരുടെ കുടുംബത്തിൽ അവർക്ക് ജന്മം കൊടുക്കുന്നത്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ, എന്തുകൊണ്ടായിരിക്കും? എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഒരു ദരിദ്രന്റെ ജീവിതമാണ് നമ്മൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അല്ലേ?
ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾക്ക് ഒരുപാട് പ്രയത്നം ചെയ്യണം. എന്നാൽ ധനികര കുടുംബത്തിലാണെങ്കിലോ പൂർവികമായിട്ട് അവർക്ക് ഒരുപാട് സമ്പത്തുള്ള കാരണം കൊണ്ട് ഒരു ഭക്ഷണത്തിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് കൂടുതൽ സമയം ഭഗവാന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റും. ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള സമയം അവർക്ക് കൂടുതൽ ഉണ്ടാവും, നമ്മളുടെക്കാളും കൂടുതൽ, ഒരു ദരിദ്രനേക്കാളും കൂടുതൽ. അതുകൊണ്ട് അത്രയും നല്ലൊരു കുടുംബത്തിലാണ് അവർ ജനിക്കുക. അപ്പൊ ഇപ്പൊ ധനികരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? അവര് കഴിഞ്ഞ ജന്മങ്ങളിൽ ഭഗവാനെ കുറെ സേവിച്ചിട്ടുണ്ട്, അവർ കുറെ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ജന്മത്തിൽ അവർ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ചോളൂ. അത് ചീത്ത കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അവര് നമ്മൾ പഴയ ലെവലിലേക്ക് പോകും. ഈ ധനികര കുടുംബത്തിലൊന്നും ജനിച്ചു എന്ന് വരില്ല, വീണ് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, പുണ്യാത്മാക്കളുടെ അതിനേക്കാൾ നന്നായിട്ട് ഭഗവാനെ സേവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പുണ്യാത്മാക്കളുടെ, അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയണെന്ന് അറിയോ? ഇപ്പൊ ഭഗവത്ഗീത നമ്മളെല്ലാവരും ഇപ്പൊ വാങ്ങിയിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. കഴിയാൻ സാധിക്കാത്തവർക്ക് കഴിയുമ്പോൾ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പൊ ഈ ഭഗവത്ഗീത നമ്മുടെ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ജന്മത്തിക്ക് മാത്രമല്ല, അടുത്ത ജന്മം ഭഗവത്ഗീത ഉള്ള ഒരു പുസ്തകമുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ജനിക്കുന്നത് എന്നുള്ളതാണ്. ഭാഗവതം പുസ്തകം നിങ്ങൾ ഈ തവണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇല്ല എന്ന് വെച്ചോളൂ. നമ്മൾ ചില ആൾക്കാർക്ക് ഭാഗവതം പുസ്തകം ഓൾറെഡി ഉള്ള വീട്ടിൽ ജനിക്കും. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഭാഗവതം വാങ്ങിയിട്ടുണ്ട്, അവർ ആ ഭഗവാനെ കുറിച്ച് സേവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇത്തവണ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ഭാഗവതം വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം ഭാഗവതം ഉള്ള വീട്ടിലാണ് നമ്മൾ ജനിക്കുന്നത്. പിന്നെ ഭാഗവതം നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല, വൺ ടൈം ആണ് എല്ലാം. അപ്പൊ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ലേ, ഇത് എന്ന് പറയുന്നത് ജന്മങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഈ പുസ്തകങ്ങൾ വാങ്ങുന്നതിലൂടെ നമ്മൾ ചെയ്യണത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കും. അപ്പൊ ഇവിടെ ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി നല്ല തരത്തിലുള്ള ഒരു വീട്ടിലാണ് നമ്മൾ അടുത്ത ജന്മം നമ്മൾക്ക് ഉണ്ടെങ്കിലും നമ്മൾ ജനിപ്പിക്കാൻ പോണതെന്ന് മനസ്സിലാക്കണം. യോഗീനാമഭി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേയുക്തതമോ മദഃ. പൂർണ്ണവിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢസമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ എന്താ പറയുന്നത്? യോഗീനാമഭി സർവേഷാം എന്നാണ്. മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേയുക്തതമോ മദഃ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളണം. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് ഭഗവാൻ? ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ഭഗവാൻ എപ്പോഴും നമ്മുടെ സ്മരണയിൽ ആരുണ്ടാവണം? ഭഗവാൻ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾക്ക് സാധിക്കുക അത്? അതിനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോ നമ്മളുടെ ഏതെങ്കിലും അമ്മമാരുണ്ടെന്ന് വെച്ചോളൂ. ഞാൻ ഇവിടെ കുറെ വീട്ടമ്മമാരുണ്ടാവും, നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ പറയണത്. അപ്പൊ ഒരു അമ്മ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ഒരു കൊച്ചുകുട്ടിയാണ്, LKG നമ്മൾ ആദ്യം സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്താണെന്ന് വെച്ചോളൂ. ആ കുട്ടിയെ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രീ സ്കൂളോ അല്ലെങ്കിൽ LKG കൊണ്ടുപോയി ചേർത്താണ്. നമ്മൾ ഇതുവരെ വിട്ടുപിരിഞ്ഞിരുന്നിട്ടില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി കരയുന്ന കുട്ടിയാണ്, അത്രയും അറ്റാച്ച്മെന്റ് ആണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വായിൽ കൊടുത്താണ് ശീലിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നിരുത്താണ്. ഓക്കെ, ഇരുത്തുമ്പോ ഹാഫ് ഡേ ആണ്, ഒരു 12 മണി കഴിയുമ്പോൾ നമുക്ക് പോയി കൊണ്ടുവരാം. നമ്മൾ 9 മണിയാകുമ്പോൾ കൊണ്ടുവന്ന് വിട്ടു എന്ന് വെച്ചോളൂ. കൊണ്ടുവന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ അമ്മയുടെ മനസ്സ് എവിടെയായിരിക്കും? ആ കുട്ടിയുടെ അടുത്തായിരിക്കും. അയ്യോ കരയുണ്ടാവോ, ആ ടീച്ചർ എന്തെങ്കിലും ചീത്ത പറയോ, നമ്മൾ 1008 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും അല്ലേ? ആ കുട്ടി വിഷമിക്കുന്നുണ്ടായിരിക്കാവോ, ഇനിയിപ്പോ എന്തെങ്കിലും സ്നാക്സ് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചിട്ടുണ്ടാവോ, ഇതുവരെയൊക്കെ ഞാൻ വായില കൊടുക്കാറ്, തന്നെ കഴിക്കുവോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇരിക്കുന്നുണ്ടായിരിക്കുക. ഹരേ കൃഷ്ണ. ഇതിപ്പോ നമ്മളൊരു ചെയറിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ അതോ നമ്മുടെ പണികൾക്കിടയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ? എല്ലാ പണികളും നമ്മൾ ചെയ്യണ്ട, വീട്ടിലത്തെ എല്ലാ പണികളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് മുഴുവൻ എവിടെയായിരിക്കും? കുട്ടീന്റെ കൂടെ ആയിരിക്കും അല്ലെ? അപ്പൊ സാധിക്കും, നമ്മുടെ പണികൾ നടക്കുന്നുണ്ട്, എന്നാൽ അതേസമയം നമ്മൾ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പകരം ആ കുട്ടിയെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഭഗവാനെ ആക്കിയാലോ? സാധിക്കില്ലേ? ആ കുട്ടിക്ക് പകരം ഭഗവാനാക്കാലോ. അപ്പൊ നമ്മുടെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ കൊണ്ടുവരാം. ഇതാണ് ഭഗവാൻ പറയുന്നുള്ളൂ. അതാണ് എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവ്വം ദിവ്യ സേവനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഭഗവാന് വേണ്ടി സേവനം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ എന്താ ആലോചിക്കുക? ഭഗവാനെ കുറിച്ച് ആലോചിക്കുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള യോഗികളാണ് അത്യുത്തമ യോഗി എന്നാണ് പറയുന്നത്. എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും. അപ്പൊ ഇതെന്ന് പറയും, ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ എന്താ പറയുന്നത്? എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്നേഹപൂർവ്വം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി കുറച്ച് നമ്മുടെ ശരിക്കും ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കേണ്ടത് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കുക.
അപ്പൊ സത്യയുഗത്തിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യയുഗത്തിൽ നമ്മൾക്ക് എന്തായിരുന്നു? ധ്യാനം. കാരണം എന്താണ് നമ്മൾ പറഞ്ഞു 1,00,000 കൊല്ലാണ് അവര്. ഇതാണ് അഷ്ടാംഗ യോഗയൊക്കെ വരുന്നത് ഈ സത്യയുഗത്തിലാണ് കേട്ടോ. നമ്മളിപ്പോ പഠിച്ചില്ലേ അഷ്ടാംഗ യോഗ. അത് ഇനി ത്രേതായുഗത്തിൽ എന്തായിരുന്നു? യജ്ഞം. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് നമ്മള് ഹോമകുണ്ടൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ട്, അപ്പൊ എന്തുകൊണ്ടാണ് കലിയുഗത്തിൽ അത് പാടില്ല നമ്മൾ പറഞ്ഞത്? ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ കിട്ടാനും നെയ്യൊക്കെ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ മന്ത്രങ്ങളൊക്കെ പൂർണ്ണമായി പഠിച്ച ആൾക്കാർ നമ്മുടെ കലിയുഗത്തിൽ വളരെ കുറവാണ്. അപ്പൊ അതിന്റെ ഫലം കുറവായിരിക്കും. അതുകൊണ്ടാണ്. ഇനി ദ്വാപര യുഗത്തിൽ വിഗ്രഹാരാധനയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മള് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ആരാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ആൾക്കാർ വന്നിട്ട് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അവിടെ? വളരെ കുറവായിരിക്കും അല്ലെ. കാരണം ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അമ്പലത്തിൽ എല്ലാ ദിവസവും പോകാൻ പറ്റുണ്ടാവുക. ചിലർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. വൈകുന്നേരം വരുമ്പോഴേക്കും ലേറ്റ് ആയിരിക്കും. ഏതോ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ശനിയോ ഞായറോ ഒഴിവ് കിട്ടുമ്പോഴോ ആണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള വിഗ്രഹാരാധന എന്ന് പറയുന്നത്, അമ്പലത്തിൽ പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് തന്നിട്ടുള്ളതാണ് എന്ത്? ഹരേ കൃഷ്ണ മന്ത്രം. ഹരേ കൃഷ്ണ മന്ത്രം, ഹരിനാമ സങ്കീർത്തനം. ഇതാരാണ് നമ്മൾക്ക് തന്നത്? പ്രഭു ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ആണ് കേട്ടോ നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നവദ്വീപിലാണ് ജനിച്ചിരുന്നത് ആണ്. അപ്പം അതില് ഹരേർ നാമ ഇവ കേവലം കലോ നാത്യേവാഗതിർ അന്യഥ. ഇതിലെ കലിസന്ധാരണം, ഇതിൽ കുറേ റെഫറൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ചൈതന്യ മഹാപ്രഭു ആണ് തന്നിട്ടുള്ളത്. പക്ഷേ ഒരുപാട് നമ്മളുടെ ശാസ്ത്രങ്ങളില് നമ്മള് നാമസങ്കീർത്തനാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്. അതാണ് ഇവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് കലിസന്ധാരണ ഉപനിഷത്ത് എന്ന് പറഞ്ഞതിലാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഏത്? ഹരേർ നാമ ഇവ കേവലം കലോ നാത്യേവാഗതിരന്യത. ഇതിന്റെ അർത്ഥം എന്താണ്? ഹരിനാമമല്ലാതെ 3 തവണയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഹരിനാമമല്ലാതെ വേറെ വഴിയില്ല. കലോ നാത്യേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ വഴിയില്ല എന്നാണ് അർത്ഥം. വേറെ വഴിയില്ല. ഈ കലിയുഗത്തില് ഈ ഹരിനാമമല്ലാതെ വേറെ വഴിയില്ല. എവിടേക്കെത്താൻ? ഭഗവാന്റെ അടുത്തെത്താനായിട്ട്, ഭഗവാന്റെ അനുഗ്രഹിക്കാനായിട്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെയാണെന്നാണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ അഷ്ടാംഗ യോഗ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി നമ്മൾക്ക് മേലേക്ക് പോണ മാതിരിയാണുള്ളത്. ഓക്കെ, അത് നമ്മുടെ ഹരിനാമം എന്ന് പറഞ്ഞാലോ ലിഫ്റ്റിൽ കൂടെ പോണ മാതിരിയാണ് നമ്മൾ. കാരണം എന്താണ്? ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ളത്. എല്ലാ ദിവസവും 16 റൗണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. യമനിയമങ്ങൾ, അതായത് നമ്മുടെ ഭക്ഷണക്രമങ്ങളെ കുറച്ച് ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മറ്റേത് എത്ര ജന്മം എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. അഷ്ടാംഗയോഗ എത്രയോ ജന്മം എടുത്തിട്ടാണ് നമുക്ക് സമാധിയിൽ എത്താൻ സാധിക്കുക. സമാധിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുണ്ടെങ്കിൽ ഭക്തിയോഗവും ഇതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാം കേട്ടോ. അതിനി അടുത്ത ചാപ്റ്ററുകളിൽ വരും. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾക്ക് ഹരേ കൃഷ്ണ മന്ത്രം ഈ ലോകം മുഴുവൻ വ്യാപിച്ചത് ആരാണ്? AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരാണ് കേട്ടോ. അവിടെ പോയിട്ട് അതായത് എല്ലാവരും അത്രയും മതപ്പതിച്ച് കിടന്ന ആൾക്കാരെയാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതല്ല, അവർ പൈസയൊക്കെ ഉണ്ട്, അവർക്ക് ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിൽ എന്താണ് തോന്നിയിരുന്നത്? ഒരു തൃപ്തി തോന്നിയിരുന്നില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലാണ്ടോ അങ്ങനെയല്ല, എല്ലാ സുഖ സൗകര്യങ്ങളും കൂടിയിട്ട് അതിൽ അവർക്ക് ഒരു തൃപ്തിയില്ല. എല്ലാം വിചാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്, അപ്പോഴും നമ്മുടെ മനസ്സിൽ തൃപ്തി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾക്ക് അങ്ങനത്തെ അനുഭവമില്ല, നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോ അങ്ങനെ തൃപ്തി ഇല്ലാണ്ടായിട്ട് വീട് വിട്ടു പോകുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. എന്നിട്ട് ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമുക്ക് ഏതോ ഒരു ആനന്ദം ലഭിക്കും അത്ര, നമ്മൾ സ്വയം മറന്നു പോവും ആ സമയത്ത് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പ്രഭുപാദർ എങ്ങനെയാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് അറിയോ? എന്താണ് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര സമയമാണ് ഭഗവാനെ കാണുന്നത് എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഭഗവാനെ കാണാൻ പറ്റും. അതൊക്കെ ഒരു ഇല്യൂഷനാണ് നമ്മൾക്ക്. അപ്പോ എന്ന് പറയും കേട്ടോ. അപ്പോ പ്രഭുപാദർ പറയും, ശരി, ഞാൻ 24 മണിക്കൂർ നിങ്ങൾക്ക് ഈ ആനന്ദം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ പറയും തീർച്ചയായിട്ടും എന്ന് പറയും. കാരണം 3 മണിക്കൂർ ഒരു 24 മണിക്കൂർ സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വരില്ലേ. എന്നിട്ടാണ് പ്രസാദം കൊടുത്തിട്ട് അവരെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറയും. എന്നിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങുകയാണ്. ആദ്യം കുറച്ച് കഷ്ടമായിരിക്കും അവർക്ക്, പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്ത്, പക്ഷെ അവർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാർക്ക്. നമ്മൾക്ക് വിശ്വാസക്കുറവാണ്. നമുക്ക് കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിഗ്രഹാരാധന എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ നമ്മൾ ചെയ്തു വരുന്നതാണ്. പല ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നു. അപ്പൊ ഭഗവാൻ കൃഷ്ണനുണ്ട്, അത് മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്ക് വരാനായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്.
നമ്മൾ പഴക്കം കൊണ്ട്. പക്ഷെ അവർക്കെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരു വിശ്വാസം കൊണ്ടുവരാൻ എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനെ അവർ പൂർണ്ണമായിട്ടും പ്രഭുപാദയെ വിശ്വസിച്ചുകൊണ്ട് ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരിക്കലും അവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ആ 24 മണിക്കൂർ സന്തോഷം കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്രയും അധികം ശിഷ്യന്മാരെ പ്രഭുപാദനുണ്ടാക്കിയത്. അപ്പൊ ഇനി ഇതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കലിയുഗത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചു, ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിച്ചു. അതാണ് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കലിയുഗത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വത്തിന്റെ വിശുദ്ധ നാമങ്ങൾ ചൊല്ലണം. ഇത് നാരായണ സംഹിതയിൽ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? കലിയുഗത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലണം. നാമചൊല്ലലാണ്. അതെ. അപ്പൊ അതുപോലെ എന്താണ് നമ്മൾക്കുള്ള ഗുണം മറ്റുള്ള യുഗങ്ങളെ അപേക്ഷിച്ച്? നമുക്കിത് എവിടെ വേണിരുന്ന് ചെയ്യില്ല. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ വേദസാഹിത്യങ്ങളിലൂടെയും തിരഞ്ഞെടുത്തതിന് ശേഷം ഹരേകൃഷ്ണ മന്ത്രോച്ചാരണത്തെക്കാൾ ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ ഗംഭീരമായ ഒരു രീതി കണ്ടെത്താൻ കഴിയില്ല. ഇതാണ് കലിസന്ധാരണ ഉപനിഷത്ത്. അതാണ് ഹരിഹരനാമ നമ്മൾ ആദ്യം വായിച്ചില്ലേ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ ഇത്. അതായത് ഹരിനാമ മന്ത്രത്തിനേക്കാളും നല്ലതായിട്ട് വേറെ ഒന്നുമില്ല എന്ന് പറയാണ്. ഇനി ഇവിടെ എന്താ പറയുന്നത്? എന്റെ പ്രിയ രാജാവേ, കലിയുഗത്തിൽ തെറ്റുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രായത്തെക്കുറിച്ച് ഒരു നല്ല ഗുണം ഇപ്പോഴുമുണ്ട്. ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിലൂടെ ഒരാൾക്ക് ഭൗതിക അടിമത്തത്തിൽ നിന്ന് മുക്തമാവുകയും അതീന്ദ്രിയ രാജ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യാം. ശ്രീമദ് ഭാഗവതം 12:3-51. ഭാഗവതത്തിന്റെ അവസാന ശ്ലോകം തന്നെ അതാണ്. നാമസങ്കീർത്തനം യസ്യ എന്നാണ്. പാപപ്രണാശനം എന്നാണ്. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാൻ എന്ത് വേണം? നാമസങ്കീർത്തനം ചെയ്താൽ മതി. എത്രയോ കാലങ്ങളായിട്ട്, ഈ ജന്മത്തിലെ മാത്രമല്ല, നമ്മൾ എത്രയോ കാലങ്ങളായിട്ടുള്ള ചെയ്ത പാപങ്ങളുടെ ഫലങ്ങളൊക്കെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ആ എല്ലാ പാപഫലങ്ങളെയും ഇല്ലാണ്ടാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഭാഗവതം പറയുന്നതാണ് കേട്ടോ. 12:3-51. ഇനി ഇതിൽ തന്നെ ഇനി അടുത്ത ചാപ്റ്ററുകളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഓരോന്നിലും ഭഗവാൻ ആരാണ് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രുദ്രന്മാരിൽ ശിവനാണ്, അങ്ങനെ കുറെ നേരം പറഞ്ഞു വരും നമ്മൾ ഇനി ഒരു ചാപ്റ്ററിൽ. അപ്പൊ 10ാമത്തെ അധ്യായമാണ്. അതിലെ ഭഗവാൻ യജ്ഞങ്ങളിൽ ഞാൻ ആരാണ് എന്ന് പറയുന്നുണ്ട്. യജ്ഞങ്ങളിൽ എന്താ പറയുന്നത്? യജ്ഞാനം ജപയജ്ഞോസ്മി, ഞാൻ തിരുനാമ ജപമാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ സ്വയമാണ്. അപ്പൊ ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കണം. നമ്മളും നമ്മുടെ വാക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണ്. ഭഗവാനാണെങ്കിലോ അതീന്ദ്രിയ സ്വരൂപനായതുകൊണ്ട് ഭഗവാന്റെ വാക്കുകളാവട്ടെ, ഭഗവാന്റെ പ്രവൃത്തികളാവട്ടെ, ഭഗവാനാവട്ടെ ഒന്നും വ്യത്യാസമില്ല. അപ്പൊ അതുപോലെ തന്നെ പുസ്തക രൂപത്തിലുള്ള ഭഗവാനാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോ ഈ ജപയജ്ഞോസ്മി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഹരേ കൃഷ്ണ നാമം ജപിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബഹുമാനത്തോടു കൂടി ജപിക്കണം. എന്താ കാരണം? ഭഗവാനെയാണ് നമ്മൾ വായിൽ കൊണ്ടുവരുന്നത്. എന്റെ ഭഗവാനെ, ദൈവത്തിന്റെ പരമോന്നത വ്യക്തിത്വമേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ ജീവനുള്ള സത്തയ്ക്ക് എല്ലാ ഭാഗ്യവും ഉണ്ട്. അതിനാൽ അങ്ങയ്ക്ക് കൃഷ്ണ, ഗോവിന്ദ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട്. അങ്ങയുടെ എല്ലാ കഴിവുകളും ആ പേരുകളിൽ നിക്ഷേപിച്ചു. അവിടെ അവ ഓർമ്മിക്കുന്നതിനുള്ള കഠിനവും വേഗത്തിലുള്ളതുമായ നിയമങ്ങളില്ല. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് നിയമങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഭഗവാന്റെ നാമം ചൊല്ലാനായിട്ട്. ഏത് നാമം ചോദിച്ചാലും, കൃഷ്ണ എന്ന് വിളിച്ചാലും ഗോവിന്ദ എന്ന് വിളിച്ചു കഴിഞ്ഞാലും ഭഗവാൻ കേൾക്കും. ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ നാരായണായ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ ഇവിടെ എന്താണ്? ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ എന്താണ്? അതിന് റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ഏത് സന്ദർഭത്തിലും നമ്മൾക്ക് ജപിക്കാം എന്നുള്ളതാണ്. ഇത് ശിക്ഷാഷ്ടകമാണ് കേട്ടോ. നാംനാമകാരി ബഹുദാ നിജ സർവശക്തി തത്രാർപ്പിതാ നിയമിത സ്മരണേന കാലക ഏതാദൃശീ തവ കൃപാ ഭഗവൻ മമാമി. ഈ ശ്ലോകം എന്ന് പറയുന്നത് ഈ ശിക്ഷാഷ്ടകത്തിലെ ഒരു ശ്ലോകമാണ്. അതാണ് നാംനാമകാരി ബഹുദ. ഭഗവാൻ ഒരുപാട് നാമങ്ങളുണ്ട്. ഭഗവാൻ അതിലൊക്കെ എന്താണ്? ഭഗവാനെ തന്നെ നിക്ഷേപിച്ചൊക്കെയാണ്. ഈ നാമങ്ങൾ ചെല്ലുമ്പോൾ എന്താണ്? ഭഗവാനെ സ്വയം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഹരികൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പഞ്ചതത്വ മന്ത്രം ജപിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാമോ? ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ശ്ലോകം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാൻ പറയാം. ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങൾക്കിപ്പോ എന്റെ കയ്യിലത്തെ മാല കാണാൻ പറ്റുന്നുണ്ടോ? അവസാനം കാണിക്കാം കേട്ടോ. അപ്പൊ ഈ മന്ത്രം ജപിക്കണം എപ്പോഴും. തുടക്കത്തിൽ ആ ഗുരുമുത്തുമ്മ മന്ത്രം ശ്രവിക്കുക, മന്ത്രം കേൾക്കാൻ ഉച്ചത്തിൽ. അതായത് വായിൽ നമ്മൾക്ക് കേൾക്കാവുന്ന തരത്തിൽ വേണം. കാരണം എന്താണ്? നമ്മുടെ മന്ത്രം ചൊല്ലുന്നത് നമ്മൾ കാതുകൊണ്ട് കേൾക്കണം. കാതാണ് നമ്മളുടെ എന്താ പറയാ, ഹോമകുണ്ഡം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കാതിൽ കേട്ടിട്ട് അത് മനസ്സിലെത്തുമ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കാതുകൊണ്ട് കേൾക്കുന്ന രീതിയിൽ വേണം മന്ത്രം ജപിക്കണമെങ്കിൽ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ നിങ്ങൾക്ക്.
ഓരോ പേരും വ്യക്തമായി ഹരേ കൃഷ്ണ രാമ എന്ന് ഉച്ചരിക്കുക. വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഇനി ആദരവോടെ ഭക്തിയോടെ മന്ത്രിക്കുക. കാരണം എന്താണ്? ഭഗവാനെ തന്നെയാണ്. ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ആദരവോടും ഭക്തിയോടും കൂടിയിട്ട് വേണം നമ്മൾ ജപിക്കണമെങ്കിൽ. ഇനി എന്താണ്? നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ജപിക്കാം. ഇരിക്കുകയോ നടക്കുകയോ ഏത് ദിശയിലും എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. അതിന് ഒരു റൂൾസും ഇല്ല, ഒരു റെഗുലേഷൻസും ഇല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഏത് അവസ്ഥയിലും നമ്മൾ യാത്ര ചെയ്യുകയാണോ അപ്പോഴും നമുക്ക് ജപിക്കാം, അല്ലെ? ഈവൻ നമ്മൾ റെസ്റ്റ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ജപിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മരണം ഇപ്പൊ വേണമെങ്കിൽ വരാലോ. അപ്പൊ അതുകൊണ്ട് ഏത് അവസ്ഥയിലും നമ്മൾ ജപിക്കാം. കിടക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കമുണരുമ്പോഴാണെങ്കിലും ജപിക്കാം. അതിനെ പല്ല് തേക്കണം, കുളിക്കണം, അങ്ങനത്തെ ഒരു റൂൾസും ഇല്ല. എന്നിരുന്നാലും അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മന്ത്രം ചൊല്ലാൻ ശുപാർശ ചെയ്യുന്നു. പക്ഷെ ഏറ്റവും എഫക്ട് എന്താണ്? എപ്പോഴാണ്? രാവിലെ 4 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്താണ്. കാരണം എന്താണ്? അതാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. 5:30, 5:45 വരെയുള്ള സമയം ഉണ്ടല്ലോ. 3:30 തൊട്ട് 4:45 വരെയുള്ള സമയം, 5 മണി 5:30 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുക. അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ സമയം, ആ ദിവസത്തിന്റെ ആ സമയം എന്ന് പറയുന്നത് സത്വഗുണത്തിലാണുള്ളത്. അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ കൂടുതൽ എഫക്ട് ഉണ്ടാവും എന്ന് പറയും. കുളിക്കുന്നതിന് മുമ്പോ ശേഷമോ നിങ്ങൾക്ക് ജപം ചെയ്യാം. ഇനി എണ്ണം വെച്ച് മഹാമന്ത്രം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ 108 എന്നുള്ളതാണ് ഒരു എണ്ണം നമ്മൾ പറയുക. അതിന് എഫക്ട് കൂടുതലാണെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ 108 മുത്തുകളുള്ള മാലയിൽ ജപിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹരേ കൃഷ്ണ മഹാമന്ത്രം ദിവസേന 108 തവണയെങ്കിലും, അതായത് ഒരു റൗണ്ടെങ്കിലും നമ്മൾ ജപിക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്തായാലും തുടങ്ങണം കേട്ടോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മഹാമന്ത്രം ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ ചെല്ലാൻ പാടാത്തത് എന്ന് പറയണം. ഏത് കാര്യങ്ങളാണ് ചെയ്യാൻ പാടാത്തത് എന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഹരേ കൃഷ്ണ എന്ന് മാത്രം ചൊല്ലി നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോഴാണ് ഒരു മന്ത്രം മുഴുവനായിട്ടുള്ളൂ. പകുതിയായിട്ട് ജപിക്കരുത്. ഓക്കെ, അതൊന്ന്. ഇനി രണ്ടാമത്തെ എന്താണ്? ഈ കൃഷ്ണമുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുത്ത് കാണില്ലേ മേലത്തെ, ആ മുത്തിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്രം ചൊല്ലാൻ പാടില്ല. അവിടെ എന്ത് മാത്രം ചൊല്ലാൻ പാടുള്ളൂ? പ്രഭുനിത്യാനന്ദ. അത് ഭഗവാനാണ് അല്ലെ. അപ്പൊ ഗൗരംഗ, ചൈതന്യ മഹാപ്രഭുവിനെയാണ് നമ്മള് ഗൗരംഗ എന്ന് പറയുന്നത്. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭുവിനെയാണ് നമ്മൾ അവിടെ വിളിക്കുന്നത് കാരുണ്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണെങ്കിലും രാധാദേവിയും കൃഷ്ണനും കൂടി ഒരുമിച്ചുള്ള രൂപമാണ് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് കാരുണ്യം കൂടുതലാണ്. കാരണം അമ്മമാർക്ക് എപ്പോഴും മക്കളോട് സ്നേഹം കൂടുതലായിരിക്കും, അല്ലെ? എപ്പോഴും ആരാണ് മക്കളെ സപ്പോർട്ട് ചെയ്യുക? അമ്മമാരല്ലേ. അപ്പൊ നമ്മുടെ അമ്മ രാധാദേവി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ രൂപത്തിലാണ്. അമ്മ കൂടെ ഉണ്ടാവുമ്പോ എപ്പോഴും അച്ഛന്മാര് പറഞ്ഞാൽ കേൾക്കും, അല്ലെ? നമ്മൾ കുറച്ച് തെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോട്ടെ, സാരില്ല എന്ന് പറയില്ലേ. അപ്പൊ അതുകൊണ്ട് ഗൗരംഗ മഹാപ്രഭുവിന് നമ്മളോട് കാരുണ്യം കൂടുതലാണ്. അതുകൊണ്ടാണ് ജയ ശ്രീകൃഷ്ണ ചൈതന്യ ചൊല്ലുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്താണ് ബാക്കിയുള്ള പ്രവൃത്തികൾ ചെയ്യണതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന്. പുസ്തകമോ പത്രമോ വായിക്കുമ്പോൾ മന്ത്രം ചൊല്ലരുത്. മന്ത്രം ചൊല്ലുമ്പോൾ മന്ത്രം മാത്രം ചൊല്ലുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ ജപ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ നാമം ചൊല്ലാട്ടോ. അതിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. നമ്മൾ 108 തവണ ജപം ചൊല്ലണം എന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യുമ്പോഴത്തെ നിയമങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ഇനിയിപ്പോ ഞാൻ വേറെ ഒരു സമയത്തും ഞാൻ ജപമാല എടുത്ത് മാത്രം ജപിക്കണോ എന്ന് വിചാരിക്കേണ്ട. എന്ത് പ്രവൃത്തി ചെല്ലുമ്പോഴും നമുക്ക് നാമം ചെല്ലാൻ മനസ്സിൽ ഭഗവാനെ വിചാരിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ 108 തവണ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. വേറെ ശ്രദ്ധ വരരുത്. ഇനി അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? സന്തോഷം എന്നുള്ളതാണ്. ഈ സന്യാസിമാരെ നോക്കൂ, അവരെന്തെങ്കിലും സ്വത്ത് സംഭരിച്ചു വെച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് അവർ എത്ര സന്തോഷവാന്മാരാണ് നോക്കൂ. ഇനി ജ്ഞാനോദയം, അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനം. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ആരെ കാണും? നമുക്ക് ഇഷ്ടപ്പെട്ട ഗുരുവായൂരപ്പിനെ കാണുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ ജപിക്കുന്നത്, അല്ലെ? ഇവിടെ കണ്ടു, എല്ലാവരും ചേർന്നിരുന്ന് ജപിക്കുകയാണ്. നോക്കൂ. ഉത്കണ്ഠയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ പോകും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നതാണ്, ഇത് വെറും വാക്കല്ല. ശരിക്കും ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് ഭഗവാനിൽ വിശ്വാസം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻസ് കുറയും. നമ്മൾ കുറെ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ നിസ്സാരമാണോ നമുക്ക് തോന്നുന്ന അവസ്ഥയിൽ നമ്മൾ എത്തും. ഉത്കണ്ഠയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
അപ്പൊ ഇതാണ് അപ്പം എന്തായാലും എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾക്കൊക്കെ ജപിക്കാൻ തുടങ്ങിയവർക്ക് തീർച്ചയായിട്ടും രമ്യ മാതാജി പറയുന്നുണ്ട് അല്ലെ? യെസ്, അതാണ് പറഞ്ഞു. അപ്പൊ അതാണ് എല്ലാവർക്കും അതെ ആ ഒരു അനുഭവം കിട്ടും. ശരിക്കും നിങ്ങൾ ജപിക്കാൻ തുടങ്ങും. ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പറയണം എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഉണ്ടായെന്ന്. അത് നമ്മൾ എത്രയോ കാര്യങ്ങൾ ഇത്ര കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി നമ്മൾക്കും ഭഗവാന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മുടെ ഉള്ളിലും ഗുരുവായൂരപ്പൻ വരണ്ടേ? അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമം നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ഇനിയും നമ്മൾ വൈകിട്ടില്ല. ഇപ്പൊ തുടങ്ങാത്ത ആൾക്കാര് ഇന്ന് തൊട്ട് തന്നെ തുടങ്ങണം കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജപിക്കാൻ വേണ്ടി. ഹരേ ഇൻ കേസ് കൃഷ്ണ. ജപമാല